എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് കൊപ്പെ 25-ൻ്റെ ഭാഗമാകാനായിട്ട് സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കട്ടെ. നമ്മൾ 2024 എറണാകുളത്ത് വെച്ച് ഡിഗോഡ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. ആ പ്രോഗ്രാമിൽ ബ്യൂട്ടിഫുൾ മൈൻഡ് എന്ന് പറയുന്നൊരു സെഷൻ ഉണ്ടായിരുന്നു. ആ സെഷന് വളരെ മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചത്. മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു തുടർച്ച വേണമെന്ന് ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ നമ്മൾ ബ്യൂട്ടിഫുൾ മൈൻഡിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കുട്ടികളുടെയും കൗമാരക്കാരുടെയൊക്കെ പ്രശ്നങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു. അതായത് പ്രിൻസിപ്പലിന് നേരെ കൊലവിളി ഉയർത്തുന്ന ഒരു വിദ്യാർത്ഥി. ആ ഒരു വീഡിയോ നമ്മളെല്ലാവരും ഞെട്ടലോടെയാണ് കണ്ടത്. അപ്പോൾ എന്താണ് നമ്മുടെ മക്കൾക്ക് സംഭവിക്കുന്നത്, ഈ കുട്ടികൾക്കൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനുള്ള ഒരു അവസരം കൂടെ നമുക്ക് ഈ ഒരു സെഷനിലൂടെ നമുക്ക് സാധ്യമാക്കാം. അപ്പോൾ നമ്മളോടുകൂടെ പ്രിയപ്പെട്ട ഡോക്ടർ ഹരീഷ് കൃഷ്ണനുണ്ട്. വെൽക്കം സർ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യം, ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളുടെയും കൗമാരക്കാരുടെയൊക്കെ മനഃശാസ്ത്രം അത് ചർച്ച ചെയ്യപ്പെടേണ്ടതിൻ്റെ ഒരു പ്രാധാന്യത്തെ പറ്റിയൊന്ന് പറയാമോ? ആദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോട് പ്രത്യേകം നന്ദി പറയണം. പ്രത്യേകിച്ച് ബ്യൂട്ടിഫുൾ മൈൻഡ് ഒരു സെക്കൻഡ് സെഷൻ ചെയ്യണം എന്ന് അഞ്ജലി പറഞ്ഞപ്പോൾ ഞാനാണ് കുട്ടികളുടെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടൊരു വിഷയം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും മനഃശാസ്ത്രം അല്ലെങ്കിൽ സൈക്യാട്രി അല്ലെങ്കിൽ മാനസികാരോഗ്യ വിഭാഗം എന്നൊക്കെ പറയുന്നത് പൊതുവേ അവഗണിക്കപ്പെട്ടിരുന്ന ഒരു മേഖലയായിരുന്നു. ഇപ്പോൾ ഈയിടെയായി കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പരമ്പരാഗതമായി അവഗണിക്കപ്പെടുന്നൊരു മേഖലയായിരുന്നു. വൈദ്യശാസ്ത്രത്തിൻ്റെ മറ്റു മേഖലയ്ക്കൊപ്പം തന്നെ മാനസികാരോഗ്യ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ അതൊന്നും പൊതുബോധത്തിൻ്റെ ഭാഗമല്ലാതിരിക്കുകയും അതിൻ്റെ ഗുണം സമൂഹത്തിന് കിട്ടാതിരിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു അവബോധമില്ലായ്മയാണ്. എന്താണ് മനസ്സ്, അല്ലെങ്കിൽ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു, ഇത് കുട്ടികൾക്കുണ്ടാകുമോ, മുതിർന്ന ആളുകൾക്ക് വരുമോ, ആർക്കൊക്കെയാണ് ഇത് വരുന്നത്, ഇത് വന്നാൽ തന്നെ ട്രീറ്റ്മെൻ്റ് ഉണ്ടോ, ജീവിതകാലം മൊത്തം മരുന്ന് കഴിക്കണം, അങ്ങനെ ഒരുപാട് ധാരണയില്ലായ്മ അല്ലെങ്കിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഈ മേഖലയെക്കുറിച്ചുണ്ട്. പലപ്പോഴും സ്റ്റിഗ്മയുമുണ്ട്. ഇതിനെക്കുറിച്ചൊരു അകാരണമായിട്ടുള്ളൊരു ഭയം, രോഗി ആയിപ്പോയാൽ അല്ലെങ്കിൽ ചികിത്സ കിട്ടാനായിട്ട് ഒരു ഡോക്ടറെ അടുത്ത് സമീപിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവർ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ, അത്തരത്തിലുള്ള ഒരുപാട് സ്റ്റിഗ്മകളും ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെയൊക്കെ കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് അടുത്ത് വരുന്ന പല പാരൻസും ടീച്ചേഴ്സും കൗൺസിലേഴ്സൊക്കെ റെഫർ ചെയ്ത് വരുന്ന പാരൻസ് പലപ്പോഴും പേടി കൂടിയോടെയാണ് വരുന്നത്. ഇപ്പോൾ സൈക്യാട്രിസ്റ്റിനെ അവർ കുട്ടിയെ കാണിക്കാമെന്ന് പറഞ്ഞാൽ തന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കാണിക്കേണ്ടി വന്നാൽ തന്നെ ഒരുപാട് സംശയങ്ങൾ അതിനെക്കുറിച്ച്. അപ്പോൾ നമ്മൾ ചികിത്സ എത്ര കാലം വേണം, അല്ലെങ്കിൽ മരുന്ന് എന്തെങ്കിലും കഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം മരുന്ന് കഴിക്കേണ്ടി വരുമോ. പല പാരൻസും പറയുന്ന ഒരു പ്രധാന പ്രശ്നം, എൻ്റെ കുട്ടിക്ക് അസുഖമൊന്നും ഇല്ല, ഇപ്പോൾ പഠനത്തിൽ പിറകിലായ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്വഭാവ പ്രശ്നങ്ങളുള്ള കുട്ടികളൊക്കെ വരുന്ന സമയത്ത് അവനെ ഒന്ന് ഉപദേശിച്ച് വിട്ടാൽ മതി ഡോക്ടർ, അവന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത്തരത്തിലുള്ളൊരു സമീപനമാണ് പല പാരൻസും മുന്നോട്ട് വയ്ക്കുന്നത്. അത് യഥാർത്ഥത്തിൽ എന്താണ് കുട്ടികളുമായി ബന്ധപ്പെട്ട മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നതിനെക്കുറിച്ചുള്ളൊരു അവബോധമില്ലായ്മയും പിന്നെ പൊതുവേ മാനസികാരോഗ്യ മേഖലയെക്കുറിച്ചൊരു സ്റ്റിഗ്മയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രകടനം. അവരെ കുറ്റപ്പെടുത്തുകയല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം മാത്രമാണ് അവർ. അതുകൊണ്ടുകൂടിയാണ് ഈ ഒരു വിഷയത്തിലേക്ക് തിരഞ്ഞെടുക്കാം എന്ന് ഞാനൊരു തീരുമാനമെടുത്തത്. അതുപോലെ തന്നെ ഈ മുതിർന്നവരെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ ജൈവശാസ്ത്രപരമാവട്ടെ അല്ലെങ്കിൽ മസ്തിഷ്കപരമാവട്ടെ കുട്ടികൾക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? തീർച്ചയായും. നമുക്കറിയാം, മനുഷ്യനെ മനുഷ്യനാക്കുന്ന അവയവം മസ്തിഷ്കമാണ് നമുക്കറിയാം, അല്ലേ? പ്രത്യേകിച്ചും സെറിബ്രൽ കോർട്ടെക്സ് എന്നൊക്കെ പറയുന്ന വളരെ വികസിതമായിട്ടൊരു മസ്തിഷ്ക ഭാഗം മനുഷ്യനുള്ളത് കൊണ്ടാണ് മനുഷ്യന് ഇൻ്റലിജൻ്റ് ആവുന്നതും സോഷ്യൽ ലൈഫ് സാധ്യമാവുന്നതുമൊക്കെ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മസ്തിഷ്കം വികസിക്കുന്നൊരു മസ്തിഷ്കമാണ്. വികാസം എന്ന അർത്ഥമാക്കുന്നത് അതിലെ ന്യൂറോണുകളുടെ എണ്ണം വർദ്ധിക്കുകയോ അല്ലെങ്കിൽ മാസ് കൂടുകയോ അല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് ആ ന്യൂറോണുകൾ തമ്മിലുള്ള കണക്ഷൻസ്, സിനാപ്സുകൾ എന്നറിയപ്പെടുന്ന ന്യൂറോണൽ കണക്ഷൻസ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അത് കുട്ടിക്കാലത്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ആദ്യത്തെ ഒരു 5-6 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ കുട്ടികളുടെ മസ്തിഷ്കത്തിൽ വികാസം, ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് കൺമുന്നിൽ തന്നെ കാണാം. അവർ ഭാഷ പഠിക്കുന്നു, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, പെരുമാറാൻ പഠിക്കുന്നു, സംസാരിക്കാൻ പഠിക്കുന്നു, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുന്നു. പിന്നീട് അങ്ങോട്ട് ഒരു കൗമാര കാലഘട്ടത്തിൽ വീണ്ടും ഇതിനൊരു ത്വരിതഗതിയിലാവുകയാണ് ചെയ്യുന്നത്. കൗമാരത്തിലുള്ള കുട്ടികളുടെ ആ ഒരു സ്വഭാവം പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവും നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും ആ ഒരു ചൈൽഡ്ഹുഡിൽ നിന്നും ഒരു അഡൽട്ട്ഹുഡിലേക്കുള്ള ഒരു നേരിയ ഒരു പാതയാണ് ഈ കൗമാരം എന്ന് പറയുന്നത്. ആ
സമയത്ത് മസ്തിഷ്കത്തിൽ വികാസ പരിണാമങ്ങൾ വളരെ ദ്രുതഗതിയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് കുട്ടികൾക്ക് വൈകാരികവും പെരുമാറ്റപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നത്. തലച്ചോറിൻ്റെ ഈ പ്രത്യേകത കൊണ്ട് തന്നെയാണ് കുട്ടികൾക്കുണ്ടാകുന്ന പല മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഇതിൻ്റെ കൂടെ ഒരു ഫലം കൂടെയാണ്. ഇത് മാത്രമൊന്നുമല്ല, ഇതിൻ്റെ കൂടെ ഒരു ഫലം കൂടെയാണ്. പല ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സ് ആണെങ്കിലും ഇപ്പോൾ കൗമാര കാലഘട്ടത്തിൽ കാണുന്ന ചില പ്രശ്നങ്ങൾ, സൂയിസൈഡാലിറ്റി പോലുള്ള കാര്യങ്ങൾ, ലഹരിയോടുള്ള ആസക്തി പോലുള്ള കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു ബയോളജിക്കൽ ബേസിസ് നമുക്ക് മസ്തിഷ്കത്തിൻ്റെ ഈ അടിസ്ഥാനപരമായിട്ടുള്ള പ്രത്യേകത കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയാം കുട്ടികളുടെ മസ്തിഷ്കം. കാരണം അവരുടെ വികാര മസ്തിഷ്കം ഡെവലപ്ഡ് ആയിരിക്കും. നമ്മുടെ ലിംബിക് ബ്രെയിൻ എന്നൊക്കെ അറിയപ്പെടുന്ന അമിഗ്ഡാല ഒക്കെ ഉൾപ്പെടുന്ന ലിംബിക് ബ്രെയിൻ നമ്മുടെ ഭയവും, നേരത്തെ ഹരീഷ് അങ്ങ് സൂചിപ്പിച്ച പോലെ ഭയത്തെ പ്രോസസ്സ് ചെയ്യുന്ന, നമ്മുടെ ആഗ്രഹങ്ങളെ പ്രോസസ്സ് ചെയ്യുന്ന, സെക്ഷുവാലിറ്റിയെ പ്രോസസ്സ് ചെയ്യുന്ന നമ്മുടെ ലിംബിക് മസ്തിഷ്കം വളരെ സക്രിയമായിരിക്കും കൗമാരക്കാരിൽ. പക്ഷെ അതേസമയം ഈ പറയുന്ന വിചാര മസ്തിഷ്കം, നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സ് ഡെവലപ്മെൻ്റ് ആണ്. അവരുടെ സിനാപ്സുകളൊക്കെ ഇങ്ങനെ ഫോം ചെയ്ത് അതിൽ ലിംബിക് മസ്തിഷ്കത്തിലേക്കുള്ള കണക്ഷൻസ്, ഒരു കൺട്രോളിങ്ങിന് വരുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ താല്പര്യങ്ങളൊക്കെ അതേപടി ചെയ്യാനായിട്ട് അവർക്ക് കഴിയും. ഒരു ആലോചിച്ചുകൊണ്ട് യുക്തിപരമായ തീരുമാനം എടുത്തുകൊണ്ട് ഒരു പ്രായപൂർത്തിയായ അല്ലെങ്കിൽ വിവേകപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബയോളജിക്കലായിട്ടുള്ള പ്രത്യേകത കൊണ്ട് അവർക്കത് കഴിഞ്ഞെന്ന് വരില്ല. അവർ ഇമ്പൾസീവ് ആയിരിക്കും. ദേഷ്യം തോന്നി അത് പ്രകടിപ്പിക്കും, സങ്കടം തോന്നി അത് പ്രകടിപ്പിക്കും, ആത്മഹത്യ ചിന്ത തോന്നിക്കഴിഞ്ഞാൽ ആ രീതിയിൽ പ്രതികരിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഈ പറയുന്ന സെറിബ്രൽ കോർട്ടെക്സിന് ആ ഒരു ഡെവലപ്മെൻറ്റ് പൂർണ്ണമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതേസമയം അവരുടെ വികാര മസ്തിഷ്കം വളരെ സക്രിയവുമാണ്. ഇതാണ് ഒരു ബയോളജിക്കലായിട്ടുള്ള പ്രത്യേകതകൾ. അതുപോലെ ഇന്ന് കോമൺ ആയിട്ട് കേൾക്കുന്ന മറ്റൊരു വാക്കാണ് ലേണിംഗ് ഡിസബിലിറ്റി, പഠന വൈകല്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ പേരിൽ ഒരുപാട് കുട്ടികൾക്ക് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പം SSLC +2 എക്സാം ഒക്കെ എഴുതി സ്ക്രൈബിനെയൊക്കെ വെച്ച് എഴുതാനായിട്ട് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ശരിക്കും ഈ പഠന വൈകല്യം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ അടുത്തിടെയായിട്ട് കൂടുതൽ പൊങ്ങി വരുന്നൊരു വാക്കാണ്, ഐ തിങ്ക് ഒരു 10 വർഷമൊക്കെ ആയിട്ട്, പഠന വൈകല്യവുമായി ബന്ധപ്പെട്ട കുട്ടികൾ. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാനായിട്ട് കുട്ടികളെ IQ ടെസ്റ്റൊക്കെ കൊണ്ടുവരും, അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടറെ അടുത്ത് കൊണ്ടുവരും. പിന്നെ പഠന വൈകല്യത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം. കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു എക്സാം എഴുതാനായിട്ടൊരു സഹായി, ഒരു ഇൻ്റർപ്രറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്ക്രൈബ് കൂടെ എഴുതാനൊക്കെ ആയിട്ടൊരു സഹായി ആ കുട്ടിക്ക് കിട്ടും എന്ന രീതിയിലൊക്കെ പാരൻസും ടീച്ചേഴ്സും ഒക്കെ കുട്ടികൾ നമ്മുടെ അടുത്ത് പറഞ്ഞു വിടാറുണ്ട്. ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട മേഖലയാണ് ഈ പഠന വൈകല്യം എന്ന് പറയുന്നൊരു കാര്യം. പഠന വൈകല്യത്തെ പറയുന്നതിന് മുന്നോടിയായിട്ട് കുട്ടികളിൽ കാണുന്ന ഒരു കൂട്ടം രോഗങ്ങളെ നമ്മൾ കോമൺ ആയിട്ട് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് മസ്തിഷ്ക വളർച്ചയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൽ സംഭവിക്കുന്ന അപാകതകൾ കുട്ടികളിൽ ഉണ്ടാക്കുന്ന വ്യത്യസ്ത തരം അസുഖങ്ങളിൽ ഒന്ന് മാത്രമാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ADHD പോലുള്ള കണ്ടീഷൻസ്, കോണ്ടാക്ട് ഡിസോർഡർ പോലുള്ള കണ്ടീഷൻ, ഓട്ടിസം പോലുള്ള കണ്ടീഷൻസ്, അങ്ങനെ പല രീതിയിലുള്ള ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, ഇങ്ങനെ പല രീതിയിലുള്ള കണ്ടീഷൻസിൽ ഒന്നാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അതിന് നമ്മൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി SLD എന്നാണ് നമ്മൾ പറയുന്നത്. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് അവരുടെ ഇൻ്റലക്ച്വലി അവർ നോർമലായിരിക്കും. IQ നോക്കുമ്പോൾ അവർക്കൊരു 85-90 എബോ നോർമൽ ആവറേജ് ഇൻ്റലിജൻസ് അവർക്കുണ്ടാവും. പ്രധാനപ്പെട്ട മറ്റു വൈകല്യങ്ങളൊന്നും, ഇപ്പോൾ ശ്രവണപരമായിട്ടുള്ളോ കാഴ്ചപരമായിട്ടുള്ളോ പഠനത്തെ പിന്നിലാക്കുന്ന മറ്റ് വൈകല്യങ്ങളുടെയൊക്കെ അഭാവമുണ്ടെങ്കിൽ കൂടിയും, നോർമലായിട്ടുള്ള ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ കൂടിയും ആ കുട്ടിക്ക് പഠനത്തിൽ മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് പഠനത്തിൻ്റെ ഒരു മേഖലയിലോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മേഖലയിലോ ആ കുട്ടി പിറകിലായി കാണുന്നത്. ഫോർ എക്സാമ്പിൾ, ആ കുട്ടിക്ക് വായിക്കാൻ പറ്റുന്നില്ല, കോമൺ ആയിട്ട് കാണുന്നൊരു പ്രോബ്ലമാണ്. അതിന് നമ്മൾ ഡിസ്ലെക്സിയ എന്നാണ് പറയുന്നത്. ഏകദേശം ഒരു 80% പഠന വൈകല്യമുള്ള കുട്ടികളിലും ഈ ഡിസ്ലെക്സിയയുടെ ഫീച്ചേഴ്സ്. വായിക്കാൻ ബുദ്ധിമുട്ടാണ്, ആ കുട്ടിക്ക് അക്ഷരങ്ങൾ തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പറായ രീതിയിൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നു. ഇതൊക്കെ ഡിസ്ലെക്സിയ എന്ന് പറയുന്ന അസുഖത്തിൻ്റെ പ്രത്യേകതയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കമ്പണൻ്റാണ് റൈറ്റിംഗ് പ്രോബ്ലംസ്. ഇപ്പോൾ പ്രോപ്പറായിട്ട് റീഡിംഗ് ഒക്കെ ഓക്കെയാണ്, ഇൻ്റലിജൻസ് ഒക്കെ ഓക്കെ ഉണ്ട്, പക്ഷേ ആ കുട്ടിക്ക് ആ അറിയാവുന്ന കാര്യങ്ങൾ എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. വ്യക്തമായും കൃത്യമായും അക്ഷരങ്ങൾ എഴുതാൻ പറ്റുന്നില്ല, അക്ഷരങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുമ്പോൾ മാറിപ്പോകുന്നു. അത്തരത്തിലുള്ള പ്രത്യേകതയിൽ ഈ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്ന ഒരു ഫീച്ചേഴ്സ് കാണുന്നുണ്ട്. ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്ന മറ്റൊരു പഠന വൈകല്യത്തിൻ്റെ കമ്പണൻ്റാണ്. അരിത്തമെറ്റിക് കാൽക്കുലേഷൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരാം. മിക്ക കുട്ടികൾക്കും മിക്സഡ് ആയിട്ട് കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ അല്ലെങ്കിൽ ഈ പറയുന്ന
ഡിസ്ലെക്സിയ പോലുള്ള കണ്ടീഷൻസിൻ്റെ ഒരു മിക്സഡ് രൂപമായിട്ടാണ് പഠനവൈകല്യം പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ ഇന്ന് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠനത്തിൽ പിറകിൽ നിൽക്കുന്ന പല കാര്യങ്ങൾ കൊണ്ട്, ഇപ്പോൾ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം, അല്ലെങ്കിൽ സോഷ്യലായിട്ടുള്ള, ഇപ്പോൾ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല, പ്രോപ്പറായിട്ടുള്ള സ്കൂളിംഗ് നടക്കുന്നില്ല, അവന് പഠിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ പലതരത്തിലുള്ള സാമൂഹിക കാരണങ്ങൾ കൊണ്ടുപോലും പഠനത്തിൽ പിറകിൽ നിൽക്കുന്ന കുട്ടികളൊക്കെയും പഠനവൈകല്യമുള്ള കുട്ടികളാണ് എന്ന രീതിയിൽ വിലയിരുത്തുകയും ആ കുട്ടികളെ സർട്ടിഫിക്കറ്റിന് വേണ്ടി അയക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. അത് തീർച്ചയായും നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമാണ്. കാരണം പഠനവൈകല്യം എന്ന് പറയുന്ന പ്രശ്നമൊക്കെ കുട്ടികൾ പ്രോപ്പറായിട്ട് പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ വെച്ച് തന്നെ എഴുതാനും വായിക്കാനും ഒക്കെ തുടങ്ങുന്ന സമയത്ത് തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമായിരിക്കും. ആ സമയത്ത് കുട്ടികളെ പിക്ക് ചെയ്യുകയും പ്രോപ്പറായിട്ടുള്ള റെമഡിയൽ എഡ്യൂക്കേഷൻ കൊടുക്കാൻ ശ്രമിക്കുകയും എന്നിട്ടും പരാജയപ്പെടുന്ന കുട്ടികളാണ് നമുക്ക് പഠന വൈകല്യം പോലുള്ള കണ്ടീഷൻസ് രോഗനിർണയം ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത്. അത്തരത്തിലുള്ള കുട്ടികൾക്കാണ് പ്രോപ്പറായിട്ടും അവർ ജെന്യൂനായിട്ടും ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾക്ക് അർഹരായിട്ടുള്ള കുട്ടികൾ എന്ന് പറയുന്നത്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ, അതായത് ഈ എഴുത്തിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ. അപ്പം ഞാൻ ചില കുട്ടികൾ എസ് അത് തിരിച്ചെഴുതുന്ന കണ്ടിട്ടുണ്ട്, 6 എഴുതുന്നത് തിരിച്ചെഴുതുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ക്ലോക്ക് വൈസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇതൊക്കെ പഠന വൈകല്യത്തിൽ പെടുന്നതാണെന്നാണ് അല്ലേ പറയുന്നത്? അതെ, ഈ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നതിനകത്ത് ഈ പറയുന്ന, അതായത് ഇപ്പോൾ നമ്മൾ വാക്കുകൾ എഴുതുമ്പോൾ അതിനകത്തുള്ള സ്പേസിങ്ങിൽ വ്യത്യാസം കാണും. ഇപ്പോൾ നമ്മൾ വാക്കുകൾക്കിടയിലും അക്ഷരങ്ങൾക്കിടയിലും കൊടുക്കുന്ന സ്പേസിങ്ങിൽ ആ കുട്ടിക്ക് പ്രോപ്പറായ ഒരു അലൈൻമെൻറ്റ് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. എഴുതുമ്പോൾ തന്നെ ഓരോ അക്ഷരവും ഓരോ രീതിയിലായിരിക്കും, ഒരേ അലൈൻമെൻറ്റിലായിരിക്കില്ല എഴുതുന്നത്, തിരിഞ്ഞും മറിഞ്ഞൊക്കെ പോവാം, അതിൻ്റെ സൈസ് വ്യത്യാസപ്പെടാം. ചില കുട്ടികൾ ചിലത് ക്യാപിറ്റൽ ലെറ്റർ, ചിലത് സ്മോൾ ലെറ്റർ അങ്ങനെ എഴുതുന്നത് കാണുന്നുണ്ട്. പിന്നെ ഒരറ്റത്ത് നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ കടലാസിൻ്റെ ഈ അറ്റത്തായിരിക്കും അവർക്ക് ആ ഒരു പ്രോപ്പർ ലൈനിൽ എഴുതാൻ പറ്റുന്നില്ല. പലപ്പോഴും അത് റീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, കോംപ്രിഹെൻഡ് ആയിരിക്കില്ല മറ്റൊരാൾക്ക്. ആ കുട്ടിക്ക് തന്നെ പലപ്പോഴും എഴുതിയത് താൻ എന്താണ് എഴുതിയെന്ന് വായിച്ചാൽ പിന്നീട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് പരീക്ഷയിൽ അവർക്ക് വിവരങ്ങളൊക്കെ അറിയാമെങ്കിൽ കൂടിയും അവർക്ക് എക്സാമിൽ അവർക്ക് വളരെ മോശം മാർക്കായിരിക്കും കിട്ടുന്നത്. ഇത്തരം കുട്ടികൾക്കാണ് ഒരു സ്ക്രൈബിൻ്റെയൊക്കെ ഹെൽപ്പോട് കൂടി ആ കുട്ടികൾക്ക് പരീക്ഷകൾ പാസ്സാവാൻ കഴിയുക, പരീക്ഷകളുടെ പെർഫോം ചെയ്യാൻ പറ്റുന്നത്. ഡോക്ടറെ, അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ADHD. ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ഇപ്പം നമ്മുടെ കുട്ടിയൊന്ന് ഓവർ ആക്റ്റീവ് ആയാലോ അല്ലെങ്കിൽ ഓവറായിട്ടൊരു സ്മാർട്ട്നെസ് കാണിച്ചാലോ അയ്യോ നമ്മുടെ കുട്ടിക്ക് ADHD ആണോ എന്നൊക്കെ ആശങ്കപ്പെടുന്ന ഒരുപാട് പേരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ശരിക്കും ഈ ADHD ഉള്ള കുട്ടികളും ഇല്ലാത്ത നോർമലായിട്ടുള്ള കുട്ടികളും തമ്മിലുള്ള എന്തൊക്കെ വ്യത്യാസങ്ങളാണുള്ളത്? ഈ പ്രത്യക്ഷത്തിൽ നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? ADHD എന്ന് പറയുമ്പോൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. നേരത്തെ പറഞ്ഞ ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ കുട്ടികളിൽ കാണുന്ന ഒരു രോഗാവസ്ഥയാണ് ADHD എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാക്റ്റ് റീസൺസ്, കാരണങ്ങളെന്ന് പറയുന്നത് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഈ പറയുന്ന ഗർഭാവസ്ഥയിൽ അമ്മയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാകാം, ഏർലി ഡെവലപ്മെൻറ്റിൽ കുട്ടിക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഇൻട്രാപാർട്ടം പ്രസവ സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഹെറിഡിറ്ററി ആയിട്ടുള്ള കാരണങ്ങൾ, അങ്ങനെ പല കാരണങ്ങളും ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സിന് പറയുന്നുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതാണ് ADHD എന്ന് പറയുന്നത്. ഇതിൻ്റെ ആ പേര് സൂചിപ്പിക്കുന്നതിന് പോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളും ഇന്നറ്റൻഷനാണ്. ശ്രദ്ധ, കുട്ടിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ശ്രദ്ധ നിലനിർത്താൻ ആ കുട്ടിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകും. നമുക്കറിയാം പഠനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ട ഒരു ടൂളാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ശ്രദ്ധയില്ലാത്തൊരു കുട്ടിക്ക് എത്രയൊക്കെ ഇൻ്റലിജൻ്റ് ആണെങ്കിലും എത്രയൊക്കെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു പുസ്തകമൊക്കെ എടുത്ത് ഇരുന്നാൽ തന്നെ 5 മിനിറ്റ് കഴിയുമ്പോൾ ആ കുട്ടി റെസ്റ്റ്ലെസ് ആവും, അല്ലേ? ആ കുട്ടിക്ക് ശ്രദ്ധ പോകുന്നതാണ്, അല്ലെങ്കിൽ ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആവും. എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുന്നു, വാഹനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു, ടിവിയുടെ വോളിയം കേൾക്കുന്നു, മറ്റുള്ളവർ സംസാരിക്കുന്നു, ആ കുട്ടി ഡിസ്ട്രാക്റ്റഡ് ആയി, അവൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോയി. അപ്പോൾ ഈ കുട്ടികളൊക്കെ ക്ലാസ്സിൽ ഒതുങ്ങിയിരിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഒരു 40 മിനിറ്റ് ക്ലാസ് കഴിയുമ്പോഴും ആ കുട്ടിയൊന്നും അബ്സോർവ് ചെയ്തിട്ടുണ്ടാവില്ല, കാരണം ശ്രദ്ധയില്ല. 1 മണിക്കൂർ പുസ്തകത്തിന് മുന്നേ ഇരുന്നാലും അവന് ശ്രദ്ധയില്ലാത്തതുകൊണ്ട് കാര്യങ്ങളൊന്നും ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ഇതാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷണം. രണ്ടാമത്തെയാണ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ പറയും പൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടി, അല്ലേ? എപ്പോഴും റെസ്റ്റ്ലെസ് ആയിരിക്കും. ഇപ്പോൾ ക്ലാസ്സിലൊക്കെ ഈ ഹൈപ്പർ ആക്ടിവിറ്റി കൂടുതലുള്ള കുട്ടികൾ എപ്പോഴും ക്ലാസ്സിലൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. ടീച്ചർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു തലവേദനയായിരിക്കും, അല്ലേ? എപ്പോഴും ആ കുട്ടി, പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിൽ ഒരു ബെഞ്ചിൽ നിന്ന് അടുത്ത ബെഞ്ചിലേക്ക് അങ്ങനെ ക്ലാസ് മൊത്തം കറങ്ങി നടക്കും. നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ADHD ഉള്ള കുട്ടികൾ, അവനൊരു 2 മിനിറ്റ് അമ്മ സംസാരിക്കുമ്പോഴേക്കും അവൻ ആ ക്ലിനിക്ക് മൊത്തം സ്കാൻ ചെയ്ത് അവിടെ പോയിട്ട് ആ സാധനം എടുക്കും, ടേബിളിൽ പോയി അതെടുക്കും, ആ മൂലയ്ക്ക് പോയി വെയിറ്റ് നോക്കും, അങ്ങനെ ആ റൂം മൊത്തം അവൻ കറങ്ങിയിട്ടുണ്ടാവും, പലതവണ കറങ്ങിയിട്ടുണ്ടാവും. ഹൈപ്പർ ആക്ടിവിറ്റി പലപ്പോഴും സ്കൂളുകളിൽ വലിയ പ്രശ്നം സൃഷ്ടിക്കാറുണ്ട്. ഇവൻ ബോറടിച്ചിട്ട് അടുത്ത കുട്ടികളുടെ അവനെ പോയിപ്പിച്ചും അല്ലെങ്കിൽ അവൻ്റെ പെൻസിലെടുക്കും, ഇങ്ങനെ ക്ലാസ്സിൽ മൊത്തം ഒരു പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ടീച്ചർമാർ പലപ്പോഴും ഹൈപ്പർ ആക്ടിവിറ്റിയാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ പ്രധാനപ്പെട്ട മറ്റു ലക്ഷണമാണ് ഇമ്പൾസീവ് ബിഹേവിയർ. പെട്ടെന്ന് തന്നെ ദേഷ്യം വന്ന്
എടുത്ത് ഓരോന്ന് ചെയ്യും. അപ്പോൾ അവന് ദേഷ്യം വരുന്ന സമയത്തൊക്കെ ആ കുട്ടിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ അവൻ കയ്യിലുള്ള സാധനങ്ങൾ എടുത്തെറിയും, അല്ലെങ്കിൽ അവൻ പെട്ടെന്ന് വാശിയോടുകൂടി എന്തെങ്കിലുമൊക്കെ കരയും. അത്തരത്തിലുള്ള ഒരു ഇമ്പൾസീവ് ബിഹേവിയറും ഇതിൻ്റെ ഭാഗമായിട്ട് കാണുന്നുണ്ട്. സോ ഇന്നറ്റൻഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസിവിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. ഇതിനോടൊപ്പം തന്നെ അക്ഷമരായിരിക്കും ആ കുട്ടികൾ. പെട്ടെന്ന് തന്നെ അവർക്ക് ഒരു കാര്യത്തിൽ ക്ഷമയുണ്ടാവില്ല, ക്ഷമയില്ലാതെ അവർ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും, അവർ വാശി കാണിക്കും, ദേഷ്യം കാണിക്കും. ADHD ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നോർമലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടിക്ക് പോലും പ്രോപ്പറായിട്ട് അക്കാഡമിക് ആക്ടിവിറ്റീസിൽ അവന് രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല. നല്ല രീതിയിൽ തന്നെ അക്കാഡമിക്കിൽ ഉയർന്ന ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് പഠനത്തെ വളരെ ഗുരുതരമായ രീതിയിൽ ബാധിക്കുന്ന ഒരവസ്ഥയാണ് ADHD എന്ന് പറയുന്നത്. നമ്മൾ കുട്ടിക്കാലത്ത് കാണുന്ന പല കുറുമ്പുകളും പ്രായപൂർത്തിയാകുമ്പോൾ ശരിയായിക്കോളും എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ADHD പോലുള്ള കണ്ടീഷൻസ് ആ രീതിയിൽ പ്രത്യക്ഷപ്പെടാം. അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ പ്രായപൂർത്തിയാകുമ്പോൾ ശരിയാവും എന്ന് വെച്ച് കഴിയുമ്പോൾ ഇവൻ്റെ വിലപ്പെട്ട സമയം, ആ 10ാം ക്ലാസ് 15 വയസ്സ് വരെ 18 വയസ്സ് വരെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്ത് ഈ ഒരു രോഗാവസ്ഥയുമായി ജീവിക്കുന്ന കുട്ടിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകളാണ് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? നമ്മൾ മരുന്ന് കഴിക്കണോ അതോ എന്തെങ്കിലും തെറാപ്പികളിലൂടെയൊക്കെ നമുക്കിത് പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ പറ്റുന്ന ഒന്നാണോ? നമുക്കിത് കൃത്യമായ പരിഹാര മാർഗ്ഗങ്ങൾ ADHD പോലുള്ള കണ്ടീഷൻസിലുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തെറാപ്പികളാണ്. നമുക്ക് ബിഹേവിയറൽ തെറാപ്പി, ഈ കുട്ടിക്ക് എങ്ങനെ അവൻ്റെ ആ ഒരു അറ്റൻഷൻ എൻഹാൻസ് ചെയ്യാൻ, ടെൻഷൻ എൻഹാൻസിങ് ടാസ്കുകളെ കൊണ്ട് എങ്ങനെ ഹൈപ്പർ ആക്ടിവിറ്റി പോലുള്ള കാര്യങ്ങൾ എങ്ങനെ ചില റീഇൻഫോഴ്സിങ് ടെക്നിക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും കൗൺസിലേഴ്സിൻ്റെയൊക്കെ സഹായത്തോടു കൂടി വീട്ടിലെ അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യാം, സ്കൂളിൽ എന്ത് ചെയ്യാം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾക്ക് ഗൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്ന് തെറാപ്പികൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ എഫക്റ്റീവായിട്ടുള്ള തെറാപ്പികൾ ഇന്ന് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ വളരെ മൈൽഡായിട്ടുള്ള കേസുകൾക്ക് നമുക്ക് തെറാപ്പികൾ മാത്രം മതിയാവും. മോഡറേറ്റ് സിവിയർ കേസുകൾക്ക് മെഡിസിൻസ് കൂടെ ആവശ്യമുണ്ട്, ചില മരുന്നുകൾ. അത് ഈ പറയുന്ന നമ്മൾ അതിൻ്റെ അടിസ്ഥാന പ്രശ്നമായിട്ടുള്ള കോൺസെൻട്രേഷൻ ഡിഫിക്കൽട്ടി, അറ്റൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും കുറയ്ക്കാനായിട്ട് മസ്തിഷ്കത്തിന് ചില സ്റ്റിമുലേഷൻ കൊടുക്കുന്ന ചില മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ പാറ്റമോക്സിറ്റിൻ, മീഥൈൽഫെനഡേറ്റ്, ക്ലോണിഡിൻ പോലെയുള്ള ചില മെഡിക്കേഷൻസ് വളരെ സേഫായിട്ട് കുട്ടികളിൽ പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം, കുട്ടികളിൽ സൈക്യാട്രി മരുന്നുകൾ കൊടുക്കുന്നത് സേഫാണോ, അവർക്ക് ഭാവിയിൽ പ്രശ്നം ഉണ്ടാവില്ലേ, ഭാവിയിൽ അവർക്ക് മാനസിക രോഗത്തിലേക്ക് പോവില്ലേ, ഇത്തരത്തിലുള്ള കൺസേൺസ് സ്വാഭാവികമായിട്ട് പാരൻസ് പറയാറുണ്ട്. ഇന്ന് വളരെ സേഫായിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിക്കേഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ മെഡിക്കേഷൻസ് ഉപയോഗിക്കാം. ചില കുട്ടികൾക്ക് മോഡറേറ്റ് ടു സിവിയർ ഒക്കെ ആണെങ്കിൽ മെഡിക്കേഷൻസ് കൂടെ വേണം. മെഡിക്കേഷൻസും തെറാപ്പികളും പിന്നെ റെമഡിയൽ എഡ്യൂക്കേഷൻ, പലപ്പോഴും അവർക്ക് ആ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു അക്കാഡമിക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു റെമഡിയലായിട്ടുള്ള എഡ്യൂക്കേഷൻ മെത്തേഡ്സും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് നമുക്കിതിനെ ടാക്കിൾ ചെയ്യാനും ഈ കുട്ടികളെ ട്രീറ്റ് ചെയ്യാനും ക്യൂർ ചെയ്യാനും കഴിയും. പലപ്പോഴും ഒരു 6 മാസം മുതൽ 1 വർഷം വരെയൊക്കെ ചികിത്സകൾ, മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സകൾ ഇവർക്ക് വേണ്ടി വരും. ചിലപ്പോൾ 1.5 വർഷം വരെയൊക്കെ വേണ്ടി വരും. എന്നിരുന്നാലും വളരെ ഫലപ്രദമായിട്ട് കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഡ്രമാറ്റിക്കായിട്ട് തന്നെ ചേഞ്ചസ് അവർ പറയാറുണ്ട്. ഇപ്പോൾ അവൻ നന്നായിരുന്നു പഠിക്കുന്നുണ്ട്, അവന് മാർക്ക് കിട്ടുന്നുണ്ട്, അവൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വരുന്നുണ്ട് എന്നുള്ള ഫീഡ്ബാക്കൊക്കെ നമുക്ക് പാരൻസിൻ്റെ കയ്യിൽ കിട്ടുന്നുണ്ട്. സോ അത് ക്യൂറബിളാണ്, ട്രീറ്റബിളാണ്, കുട്ടിക്ക് നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നതാണ്. എനിക്ക് തോന്നുന്നു കുറച്ചധികം ആളുകളൊക്കെ ADHD എന്നുള്ളൊരു വാക്ക് കേൾക്കുന്നത് ഫഹദ് ഫാസിൽ തനിക്ക് ADHD ആണ് എന്ന് പറഞ്ഞപ്പോഴാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ശരിക്കും ഇത് മുതിർന്നവരിലും ഉണ്ടാകുന്ന ഒരു അസുഖമാണോ ADHD? ഇനി അഥവാ ചെറുപ്പത്തിലുണ്ടായിട്ട് അത് മുതിർന്നപ്പോഴും അത് നിലനിൽക്കുന്നതാണോ? എന്താണ് ഫഹദ് ഫാസിലിൻ്റെ കേസിൽ പറയാനുള്ളത്? ഓക്കെ, ഇത് ADHD സാധാരണ ചൈൽഡ്ഹുഡ് ഓൺസെറ്റാണ്. കുട്ടിക്കാലത്താണ് അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത്. പ്രായപൂർത്തിയാകുന്നതും ചില ആളുകളിൽ അതിൻ്റെ ലക്ഷണങ്ങൾ പെർസിസ്റ്റ് ചെയ്യും. സാധാരണ ഒരു 1/3 ആളുകൾ അല്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകളിലും ഈ പറയുന്ന ADHDയുടെ പല ലക്ഷണങ്ങളും പ്രായപൂർത്തിയാവുന്നതോടൊപ്പം തന്നെ അവരിലേക്ക്, അല്ലെങ്കിൽ പ്രായപൂർത്തിയായാലും അവരിൽ കാണാറുണ്ട്, പ്രത്യേകിച്ചും ചികിത്സയെങ്കിലും പ്രോപ്പറായി കിട്ടാത്ത ആളുകളിൽ. സാധാരണ ഇതിൽ ഹൈപ്പർ ആക്ടിവിറ്റിയൊക്കെ ഒരു പ്രായമാകുമ്പോൾ സ്വയം കൺട്രോൾ ചെയ്യാൻ ആ വ്യക്തിക്ക് കഴിയാം, കുട്ടികളെ പോലെ ആയിരിക്കില്ല. പക്ഷേ ഈ പറയുന്ന ഫോക്കസ് ഇല്ലായ്മ, ശ്രദ്ധയില്ലായ്മ, ഇംപേഷ്യൻസ്, അക്ഷമരായിരിക്കും, അത് വളരെ പ്രകടമായിരിക്കും ഈ പ്രായമുള്ള ആളുകളിൽ. അവർക്ക് ഊഴങ്കാത്ത് നിൽക്കാനോ അല്ലെങ്കിൽ അവർ ക്യൂ നിന്നുകൊണ്ട് ഒരു കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ വെയിറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് നേരം ഇരിക്കാനോ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ആ അക്ഷമ വളരെ പ്രകടമായിരിക്കും. നമ്മൾ റോഡുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ, ഈ അക്ഷമയായത് ഇംപേഷ്യൻസ് ഉള്ളത് കൊണ്ട് തന്നെ പല ആക്സിഡൻറ്റുകളും, റഫായിട്ടുള്ള ഡ്രൈവിങ്ങും, പെട്ടെന്ന് തന്നെ എടുത്തുകൊണ്ട് പോവുക, ട്രാഫിക് സിഗ്നൽ മാനിക്കാതിരിക്കുക, ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ADHD പോലുള്ള കണ്ടീഷൻസ് പ്രത്യേകിച്ച് ഡ്രൈവേഴ്സിന് ഉണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. പല രീതിയിലുള്ള അപകടങ്ങളും ഉണ്ടാക്കുന്നുണ്ട്, ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, വീടുകളിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും അവർക്ക് പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. പക്ഷേ അഡൽട്ട് ADHD ഉള്ള മിക്ക ആളുകളിലും നമ്മൾ ട്രൈ
ട്രേസ് ചെയ്യുമ്പോൾ, അവരുടെ ഹിസ്റ്ററി ട്രേസ് ചെയ്യുമ്പോൾ കുട്ടിക്കാലത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ക്ലാസിക്കലായിട്ടുള്ള ADHD ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കും അവരുടെ ഹിസ്റ്ററി എടുക്കുമ്പോൾ കൃത്യമായിട്ട്. അഡൽട്സിലാണെങ്കിലും നമുക്ക് ട്രീറ്റബിൾ ആണ്. ഈ മെഡിക്കേഷൻസും തെറാപ്പികളൊക്കെ പ്രായപൂർത്തിയായ ആളുകളിലും നമുക്ക് ഉപയോഗിക്കാവുന്ന കാര്യമാണ്. ഇതുപോലെ തന്നെ ഒട്ടുമിക്ക പേരൻസിൻ്റെ ഒരു പ്രധാന തലവേദന എന്ന് പറയുന്നത് കുട്ടികളുടെ സ്മാർട്ട് ഫോൺ അഡിക്ഷനാണ്. വീഡിയോ ഗെയിം, അത് മാത്രമല്ല ഇപ്പം സ്വീറ്റ്സ്, ജങ്ക് ഫുഡ്, പിന്നെ അങ്ങനെ ഒരുപാട് അഡിക്ഷൻ്റെ ഒരു നീണ്ട ലഹരി, അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട്. നമുക്ക് ഈ വിഷയത്തെ എങ്ങനെയാണൊന്ന് ഡീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം പൊതുവേ മനുഷ്യനുള്ളിടത്തോളം കാലം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഏകദേശം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യൻ ലഹരി വസ്തുക്കളുമായി പരിചയം ഉണ്ടായിട്ടുണ്ട്. മദ്യം ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്, കന്നാബീസ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്, അത്തരത്തിലുള്ള പല കാര്യങ്ങളും. മനുഷ്യ മസ്തിഷ്കത്തെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഇന്ന് നമുക്കറിയാം. ആധുനികമായിട്ടുള്ള ഇപ്പോൾ LSD പോലുള്ള MDMA പോലുള്ള കൂടുതൽ പുതിയ ജനറേഷൻ ഡ്രഗ്സൊക്കെ ഇന്ന് നമ്മൾ കേൾക്കാറുണ്ട്. സോ അഡിക്ഷൻ പൊട്ടൻഷ്യലുള്ള ഒരു അവയവമാണ് നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത്. തന്നെ ചില അതിൻ്റെ ബയോളജിക്കലി പറയുകയാണെങ്കിൽ അതിന് ചില റിവാർഡ് പാത്വേസ് ഉണ്ട്. നമ്മുടെ ലിംബിക് ബ്രെയിനിലേക്ക് വരുന്ന ചില ഡോപ്പനർജിക് ആയിട്ടുള്ള നെർവ് എൻഡിങ്സ് ഉണ്ട്. നമ്മൾ ചില അഡിക്ഷൻ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ലിംബിക് ബ്രെയിനിൽ ഒരു ചില ഡോപ്പമിൻ സർജ് ഉണ്ടാവുകയാണ്, ഡോപ്പമിൻ ഹിറ്റ് ഉണ്ടാവുകയാണ്. അത് നമുക്കൊരു ആഹാ കൊള്ളാം, ഒരു എൻജോയ്മെൻറ്റ്, ഒരു നമ്മളൊരു കാര്യത്തെ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് പോകണം അല്ലേ. നമ്മൾ സിനിമ കാണുമ്പോഴാണെങ്കിലും, പാട്ട് കേൾക്കുമ്പോഴാണെങ്കിലും, സെക്സ് ചെയ്യുമ്പോഴാണെങ്കിലും, ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു ഗുഡ് ഫീലിംഗ് അല്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവാനുള്ള കാരണം ഈ ഒരു ഡോപ്പമിൻ ഹിറ്റാണ് ഈ പറയുന്ന ലിംബിക് ബ്രെയിനിൽ. അപ്പോൾ അഡിക്റ്റീവ് സബ്സ്റ്റൻസ് എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആൽക്കഹോൾ ആണെങ്കിലും കന്നാബിസ് ആണെങ്കിലും, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോഴൊക്കെ ഈ ഏരിയയിൽ കൂടുതൽ എമൗണ്ട് ഓഫ് ഡോപ്പമിൻ അല്ലെങ്കിൽ കൂടുതൽ ഡോപ്പമിനർജിക് ആക്ടിവിറ്റി അവിടെ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ആനന്ദം, നമ്മൾ വെറുതെ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആനന്ദം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കം വീണ്ടും ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. ഇങ്ങനൊരു പ്രേരണാ സ്വഭാവം കൂടെ അതിനകത്തുണ്ട്. ഇതെല്ലാം ചേരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് അഡിക്ഷൻ എന്ന് പറയുന്ന അതിലേക്ക് പോകാനുള്ള സാധ്യത വരുന്നത്. പ്രത്യേകിച്ച് കുട്ടികളുടെ മസ്തിഷ്കത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. അവരുടെ മസ്തിഷ്കം എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് ബ്രെയിനാണ്. ആ ഡെവലപ്പിംഗ് ബ്രെയിനിൽ തന്നെ അവർക്ക് വിവേചിച്ചറിയാനുള്ള കാര്യങ്ങൾ ശേഷി കുറവാണ്. ഇപ്പോൾ ഒരു കാര്യം അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ വരുംപരായികളെക്കുറിച്ച് ചിന്തിക്കാൻ പലപ്പോഴും അവർക്ക് കഴിയില്ല. പ്രായപൂർത്തിയായ ഒരാൾക്ക് പക്ഷേ കഴിഞ്ഞേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇഷ്ടം തോന്നുന്ന കാര്യങ്ങൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. എസ്പെഷ്യലി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത് സ്ക്രീൻ അഡിക്ഷൻ, മൊബൈൽ ഫോൺ ആണെങ്കിലും ടാബ്ലറ്റ് ആണെങ്കിലും കൂടുതൽ നേരം അവർ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചു. കാരണം അതിൽ വരുന്ന കണ്ടൻറ്റ് അത്രയേറെ അട്രാക്റ്റീവാണ്. വളരെ കളർഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റ്, ഇഷ്ടമുള്ള എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഗെയിമിങ്, മണിക്കൂറുകളോളം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. ചില കുട്ടികൾ പോണോഗ്രാഫിയിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവണത സ്വാഭാവികമായിട്ടും മനുഷ്യ മസ്തിഷ്കത്തിലുണ്ട്. കുട്ടികളുടെ മസ്തിഷ്കം കൂടുതലായിട്ട് ഇത്തരം പ്രവണതകളിലേക്ക് വീണ് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബയോളജിക്കലായിട്ടുള്ള പ്രത്യേകത. പിന്നെ നമുക്കിതിനകത്ത് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിൻ്റെ അഡിക്റ്റഡ് ആയി കഴിഞ്ഞൊരു കുട്ടിയിലെ ചില സ്വഭാവ സവിശേഷതകൾ കാണാറുണ്ട്. പലപ്പോഴും പാരൻസ് ആദ്യം ഡിക്റ്റേറ്റ് ചെയ്യുന്നതായിരിക്കും. പാരൻസ് അവരുടെ കാര്യം വാശി മാറ്റാനായിട്ട് അല്ലെങ്കിൽ അവരുടെ കാര്യം എളുപ്പമാക്കാനായിട്ട് കുട്ടിക്ക് മൊബൈൽ ഫോൺ കൊടുത്തിട്ട് അവർ പോകും. കുട്ടി ഇത് മണിക്കൂറുകൾ ഇരുന്ന് കാണും. പിന്നീട് മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കുമ്പോൾ എടുത്തു മാറ്റുമ്പോഴാണ് കുട്ടിയിൽ ചില മാറ്റങ്ങൾ വരും. അവർക്ക് ദേഷ്യം വരും അല്ലേ, അവർ പൊട്ടിത്തെറിക്കും അല്ലേ, അവർ കിട്ടിയില്ലെങ്കിൽ അവർ ഭീഷണികൾ മുടക്കും, ഞാൻ വീട് വിട്ടുപോകും അല്ലെങ്കിൽ ഞാൻ മരിച്ചു കളയും, ഇത്തരത്തിലുള്ള ഭീഷണികൾ മുടക്കും. ചില കുട്ടികൾ മൊബൈൽ ഫോൺ ദേഷ്യം വന്ന് തറയിലെറിഞ്ഞ് പൊട്ടിക്കും. പഠനത്തിൽ താല്പര്യം കുറയുക, ഉറക്കം നഷ്ടപ്പെടുക, അങ്ങനെ പല രീതിയിലുള്ള ഒരു ക്ലസ്റ്റർ ഓഫ് സിംറ്റംസ് ഇതുമായി ബന്ധപ്പെട്ട് കാണും. അപ്പോഴാണ് പലപ്പോഴും നമ്മുടെ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് പാരൻസ് തിരിച്ചറിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കാര്യം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളതാണ്. അതായത് നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയണം. കൃത്യമായിട്ട് കുട്ടികളിൽ ഇത്തരത്തിലുള്ള അഡിക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് സ്ക്രീൻ യൂസ് ചെയ്യുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിട്ട് കൃത്യമായിട്ട് നമുക്ക് അത് തടയുക എന്നുള്ളതാണ്. ലിമിറ്റ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുക. പാരൻ്റൽ കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട്, അണ്ടർ പാരൻ്റൽ കൺട്രോളിലും ഒബ്സർവേഷനിലും മാത്രമേ, നിരീക്ഷണത്തിലും മാത്രമേ, സൂപ്പർവിഷനിലും മാത്രമേ കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ കുട്ടികൾക്ക് മറ്റ് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഫുട്ബോൾ കളിക്കാൻ വിടുക, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ഇത്തരത്തിലുള്ള ഈ സ്ക്രീനിന് പുറത്തുള്ള ലോകമുണ്ട് എന്ന് കുട്ടികൾ പലപ്പോഴും മറന്നുപോവാണ്. നമ്മളാണെങ്കിലും അത് സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് അതിനുള്ള ഓപ്ഷൻ കൊടുക്കുന്നില്ല. അതിനുള്ള ഓപ്ഷനൂടെ കൊടുക്കുക. അവരുടെ പൊട്ടൻഷ്യൽ, ഇപ്പോൾ കായികമായിട്ടുള്ള ഇനങ്ങളിലെ, കലാപരമായിട്ടുള്ള ഇനങ്ങളിലെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ അവരുടെ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് ഇപ്പോൾ കുറേയൊക്കെ എനർജിയും സമയവും താല്പര്യവും കുട്ടികൾക്ക് അതിലേക്ക് പോകുന്ന സമയത്ത്
സമയത്ത് ഇതിലേക്കുള്ള താല്പര്യം പൊതുവേ കുറയും. ഇത്തരത്തിലുള്ള ചില സ്ട്രാറ്റജികളിലൂടെ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ, ഇപ്പോൾ ആൾറെഡി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായും അതിന് തക്കതായിട്ടുള്ള ബിഹേവിയറൽ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സൈക്യാട്രിസ്റ്റിന് അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് തീർച്ചയായും കുട്ടികൾ ഇത്തരം കാര്യം റിവേഴ്സ് ചെയ്യാൻ പറ്റും. കുട്ടികളുടെ എളുപ്പമാണ് കുറച്ചുകൂടെ റിവേഴ്സ് ചെയ്യാനായിട്ട്. കാരണം നമ്മുടെ പ്രായപൂർത്തിയ ആളുകളുടെ തലച്ചോറൊക്കെ കുറച്ചുകൂടെ അത് അതിൻ്റെ പല കഴിവുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ആൾറെഡി ഒരു ഫിക്സഡ് ആണ്. കുട്ടികളിൽ കുറേയൊക്കെ പ്ലാസ്റ്റിസിറ്റി ഉണ്ട്, കുട്ടികളിൽ മാറ്റങ്ങൾ വരുന്ന തലച്ചോറാണ്. അതുകൊണ്ട് റിവേഴ്സ് ചെയ്യാനും കുറച്ചുകൂടെ എളുപ്പമുള്ള കാര്യമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ ഡോക്ടർ, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മകള് പഠിക്കുന്ന സ്കൂളിലെ ഒരു കുട്ടി, അവൻ 8ാം ക്ലാസ്സുകാരനാണ്. ഒരു അവധി ദിവസം അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കുറച്ച് ദൂരെയുള്ള ഒരു മാളിൽ, ഒരു ഷോപ്പിംഗ് മാളിൽ പോകുകയെന്ന് പറഞ്ഞു. പക്ഷേ എത്രയും ദൂരം ഉള്ളത് കൊണ്ട് അവൻ്റെ ഒരു ദിവസത്തിലുള്ള ഒരു പോക്ക് വരെ, അല്ലാതെ പോയിട്ട് ദിവസങ്ങളോളമുള്ള ട്രിപ്പൊന്നും അല്ല, ഒറ്റ ദിവസത്തെ ഒരു യാത്ര. അപ്പോൾ വീട്ടുകാർക്ക് അതിന് ഭയമായിട്ട് വീട്ടുകാർ വിട്ടില്ല. കുട്ടിയെ വിടാതിരുന്നതിന് ബാക്കിയുള്ള പിള്ളേരൊക്കെ പോയി, അവർ കറങ്ങി തിരിച്ചു വന്നു, ഇവനോട് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. അപ്പോൾ ഇത് കേട്ട് ഈ കുട്ടി ഭയങ്കര ഡിപ്രഷനിൽ, ഭയങ്കര ഒരു മനോവിഷമത്തിലായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഈ കുട്ടി സൂയിസൈഡ് ചെയ്യുന്നു. അത് മാത്രമല്ല, ഇപ്പോഴത്തെ മിക്ക രക്ഷകർത്താക്കളുടെ ഒരു ഭീതി എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് കുട്ടികൾ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നുണ്ട്, ചിലർ അതിന് ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു വിഷയം രക്ഷകർത്താക്കളെ വല്ലാതെ ഭീതിയിലാട്ടുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഈ വിഷയത്തെ, ഇതിനെ എങ്ങനെയാണ് നമുക്കൊന്ന് പ്രതിരോധിക്കാനായിട്ട് സാധിക്കുന്നത്? കുട്ടികളിലെ ആത്മഹത്യാ പ്രവണത വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു വിഷയമാണ്. ഇപ്പോൾ ഈയിടെയായിട്ട് കുറേയൊക്കെ പാരൻസ് കൂടുതൽ കൺസേൺഡ് ആണ്. ഇപ്പോൾ വാർത്തകളൊക്കെ, സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്തകൾ വരുന്ന സമയത്ത് അവരുടെ കുട്ടികളിലും ഒരു പേടിയുണ്ട്, കുട്ടികൾ ഇങ്ങനെ ചെയ്യുമെന്നുള്ള കാര്യത്തിലും. കുട്ടികളുടെ ആത്മഹത്യാ പ്രവണതയുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. ആത്മഹത്യാ പ്രവണത എന്ന് പറയുന്നത് പല കാരണങ്ങളുടെ ഒരു എക്സ്റ്റേണൽ ഇത് മാത്രമാണ്. അതിൻ്റെ നമ്മൾ കാണുന്ന ഒരു ഔട്ട്പുട്ട് മാത്രമാണ് ആത്മഹത്യാ പ്രവണത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പല രീതിയിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ ഒരു പുറമേ കാണുന്ന ഒരു സിംറ്റം മാത്രമാണ് ആത്മഹത്യാ പ്രവണത എന്ന് പറയുന്നത്. ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വിഷാദ രോഗമാണ്. അത് അഡൽട്ടിലാണെങ്കിലും കുട്ടികളിലാണെങ്കിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇഷ്യൂ വിഷാദ രോഗമാണ്. വിഷാദ രോഗത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, ആൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. തലച്ചോറിൻ്റെ പ്രത്യേകതകൾ കൊണ്ട്, സോഷ്യലായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട്, സ്ട്രെസ്സ് കൊണ്ട്, നമുക്ക് ചുറ്റുപാടും നടക്കുന്ന മാറ്റങ്ങളോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടൊക്കെ മസ്തിഷ്കം വിഷാദം എന്ന് പറയുന്ന, ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു മാനസിക രോഗാവസ്ഥയിലേക്ക് വീണു പോവുകയും ആ സമയത്തുണ്ടാവുന്ന ചിന്തകളും വികാരങ്ങളും ഒക്കെ നോർമലായിട്ടുള്ളൊരു വ്യക്തിയുടേതുപോലെ ആയിരിക്കില്ല, പത്തോളജിക്കലായിട്ടുള്ള ഒരു മൈൻഡായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് കുട്ടികൾക്ക് അല്ലെങ്കിൽ പ്രായപൂർത്തിയ ആളുകൾക്കാണെങ്കിലും ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് തനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ വളരെ നെഗറ്റീവായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. അവർ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ തീരെ ഉണ്ടാവില്ല, നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ആയിരിക്കും, ശുഭപ്രതീക്ഷകളായിരിക്കില്ല ഉണ്ടാകുന്നത്. ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം തനിക്ക് എതിരാണ്, തൻ്റെ ജീവിതം ഒട്ടും ശോഭനമല്ല, ജീവിതത്തോട് യാതൊരു താല്പര്യവും ഉണ്ടാവില്ല, ജീവിതം ഒരു ഓരോ നിമിഷവും ജീവിക്കുന്നത് വളരെ ദുസ്സഹമായിട്ട് ഈ ഡിപ്രസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്കുണ്ടാവും, കുട്ടികൾക്കും അത്തരത്തിലുള്ള ലക്ഷണങ്ങളുണ്ടാവും. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് ഒരു വ്യക്തി ആത്മഹത്യയിലെത്തിക്കുക. കാരണം മരണമാണ് ജീവിതത്തേക്കാൾ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ സുഖകരമായത് എന്നുള്ളൊരു ചിന്തയിലേക്കാണ് ഇത്തരത്തിലുള്ള വ്യക്തികൾ പോകുന്നത്. ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു കാര്യം വിഷാദ രോഗമാണ്. വിഷാദ രോഗം ബാധിച്ച ആളുകൾ കുറച്ചുകൂടെ തീവ്രമായ രീതിയിലായിരിക്കും, അതായത് ഇപ്പോൾ ഹാങ് ചെയ്യുക, പെസ്റ്റിസൈഡ്സ് കഴിക്കുക, മരണം സുനിശ്ചിതമായിട്ടുള്ള ചില മെത്തേഡ്സ് ആയിരിക്കും യൂഷ്വലി സെലക്ട് ചെയ്യുക. പക്ഷേ കുട്ടികളിൽ നമ്മൾ അതങ്ങനെ അല്ലാത്ത പാറ്റേൺ കാണുന്നുണ്ട്. ഇപ്പോൾ ആത്മഹത്യ ഭീഷണികൾ മുഴക്കുന്ന കുട്ടികൾ, അത് പലപ്പോഴും എല്ലാവരും വിഷാദ രോഗം കൊണ്ടായിരിക്കില്ല, പലപ്പോഴും അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള ഒരു മെത്തേഡായിട്ട് കുട്ടികൾ ഉപയോഗിക്കും. ഇപ്പോൾ നേരത്തെ അഡിക്ഷനുള്ള കുട്ടികൾ, സ്ക്രീൻ അഡിക്ഷനുള്ള കുട്ടികൾ, അവർക്ക് നിഷേധിക്കപ്പെടുന്ന സമയത്ത്, മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരിന്ന് പിടിച്ചു വാങ്ങുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന ആ ഒരു ഇമോഷണലായിട്ടുള്ള ദേഷ്യവും സങ്കടത്തിൻ്റെയൊക്കെ മിക്സറായിട്ടുള്ള രൂപത്തെ അവർ എക്സ്പ്രസ് ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും. ചില കൂട്ടം ആത്മഹത്യ ഭീഷണിയിലായിരിക്കാം. അത് പിന്നെ ആ ഒരു ഭീഷണിയിലൂടെ ചിലപ്പോൾ ആദ്യമൊക്കെ കുറച്ചൊക്കെ ആ ഭീഷണി കാണിക്കുന്ന സമയത്ത് പാരൻസ് തിരിച്ചു കൊടുക്കുന്നുണ്ടോ, അപ്പോൾ അവർ ലേൺ ചെയ്യുകയാണ്, ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ നടക്കും, അല്ലെങ്കിൽ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരു തെറ്റായ രീതിയിലുള്ള ഒരു ലേണിങ്ങിലൂടെ കുട്ടികൾ തെറ്റായ, അതായത് ഒരു മാലഡാപ്റ്റീവ് ബിഹേവിയറിലേക്ക് കുട്ടികൾ പോവുകയാണ്. അതും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആത്മഹത്യ ഭീഷണികളിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മളത് അവഗണിക്കണമെന്നല്ല, ഒരിക്കലും അവഗണിക്കരുത്. കാരണം ആത്മഹത്യ ഭീഷണി ചെയ്യുന്ന കുട്ടികളിൽ പലപ്പോഴും അവരങ്ങനെ ചെയ്യാറുമുണ്ട്. കാരണം എന്നാൽ പിന്നെ പാരൻസിന് ഒരു പാഠം പഠിപ്പിച്ചേക്കാം, എന്നെ മാത്രം ശ്രദ്ധിക്കുന്നില്ല, മറ്റു കുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, എൻ്റെ ഡിമാൻഡ്സിന് യാതൊരു പ്രാധാന്യം തരുന്നില്ല, എന്നാൽ പിന്നെ എനിക്ക് കുറച്ച് അറ്റൻഷൻ വേണം എന്ന രീതിയിൽ ഒരു അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയറായിട്ടും ആത്മഹത്യാ ഭീഷണികളും ആത്മഹത്യാ ശ്രമങ്ങളും കാണാറുണ്ട്. യൂഷ്വലി ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ വളരെ കുറച്ചുകൂടെ അത്ര ലീതലല്ലാത്ത മെത്തേഡ്സ്, കൈ കട്ട് ചെയ്യുക, ടാബ്ലറ്റ്സ് എടുത്ത്, ചില പാരസെറ്റമോൾ ടാബ്ലറ്റ്സോ വൈറ്റമിൻ ടാബ്ലറ്റ്സോ മൾട്ടിപ്പിൾ ടാബ്ലറ്റ്സ് എടുത്ത് കഴിക്കുക, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വിഷം കഴിച്ചു എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ ഇടയിൽ
ചെന്നിരുന്ന് ആ ഒരു ഡ്രമാറ്റിക് ആയിട്ട് ചെയ്യുക, ഇത്തരത്തിലുള്ള ബിഹേവിയർ നമ്മൾ കാണുന്നുണ്ട്. ട്രൂ സെൻസിൽ ഇപ്പോൾ ഡിപ്രഷനൊക്കെ വന്ന കുട്ടികൾ പലപ്പോഴും സുനിശ്ചിതമായ രീതിയിൽ ഇപ്പം രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ആത്മഹത്യാ രീതികളായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. പിന്നെ പിന്നെ നമ്മൾ പേടിച്ചിട്ട് കുട്ടികൾ ഇപ്പോൾ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു, അപ്പോൾ ക്ലാസ്സിൽ ഒരു കമ്പാരിസൺ കാണും, കൂട്ടുകാർക്കിടയിൽ കമ്പാരിസൺ കാണും, വീട്ടിൽ വന്ന മറ്റൊരു കമ്പാരിസൺ കാണും, അല്ലേ, കസിൻസുമായിട്ട് അല്ലെങ്കിൽ സിബ്ലിങ്സുമായിട്ട്, അല്ലെങ്കിൽ കൂട്ടുകാരുടെ അത്ര മാർക്ക് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ നിൻ്റെ പെർഫോമൻസിൻ്റെ അത്ര വന്നില്ലല്ലോ, ഈ രീതിയിലുള്ള ഒരു കമ്പാരിസൺ, അല്ലെങ്കിൽ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വഴക്ക് കേൾക്കും, നിന്നെ ട്യൂഷൻ അയക്കുന്നു, സ്കൂളിലേക്ക് അയക്കുന്നു, നീ പഠിക്കുന്നില്ല, ഇത്തരത്തിലുള്ള പേടികളെ ഭയന്നും പല കുട്ടികളും ഈ ആത്മഹത്യ ഭീഷണി അല്ലെങ്കിൽ ആത്മഹത്യ പ്രവണതയിലേക്ക് നീങ്ങും നമ്മൾ കാണുന്നുണ്ട്. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുട്ടികളുടെ കുറച്ചുകൂടെ അടുത്തറിയുക, മാനസികമായി നമ്മൾ അടുത്തറിയുക, അവരോട് അനുതാപപൂർവ്വം തന്നെ പ്രതികരിക്കുക, അവരുടെ വികാരങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവരുടെ വികാരങ്ങളെ മാനിക്കുന്നുണ്ട് എന്നുള്ള ധാരണ അവർക്ക് ഫീൽ ചെയ്യണം. അവരെന്ത് എക്സ്പ്രസ് ചെയ്താലും അതിനെ ഗൗരവമായി തന്നെ നമുക്ക് എടുക്കുക, അവർക്ക് വേണ്ട സഹായം, അവർക്ക് വേണ്ട ഇമോഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുക. പിന്നെ ഒരിക്കലും അവഗണിക്കാതിരിക്കുക. ഇത്തരം പ്രശ്നങ്ങൾ, ആത്മഹത്യ ഭീഷണിയോ ആത്മഹത്യ ശ്രമവും നടക്കുന്ന കുട്ടികളെ നമ്മൾ തീർച്ചയായിട്ടും അവഗണിക്കാതിരിക്കുക. വിഷാദ രോഗം പോലെയുള്ള, അഡിക്ഷൻ പോലെയുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെത്തുക. അത് കണ്ടെത്തിയപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി മൂലമുള്ള കുട്ടിക്കാണെങ്കിൽ പോലും അവന് ആത്മഹത്യ ചിന്തകൾ വരാം. കാരണം അവൻ പഠിക്കുന്നുണ്ട്, അവന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ അവന് മാർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾ നിരാശയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെ നേരത്തെ ഡയഗ്നോസ് ചെയ്യുക, അതിനെ കറക്റ്റ് ചെയ്യുക, അതുകൂടെ ആത്മഹത്യ പ്രിവെൻഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഫാക്ടറാണ്. അതുപോലെ ഈ അടുത്തിടെ വൈറലായ ഒരു വീഡിയോ ഉണ്ട്, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടി. ആ കുട്ടിയുടെ അമ്മ എന്ത് മനസ്സിൽ വിചാരിക്കുന്നോ അത് കുട്ടി ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്ത് കാണിക്കും. ചാനലുകാരൊക്കെ ആ കുട്ടി മത്സരിച്ചാണ് ആ കുട്ടിയുടെ വീഡിയോ എടുത്തത്. അവരൊക്കെ ആ കുട്ടിയെ ഒരു അതീന്ദ്രിയ ജ്ഞാനമുള്ള കുട്ടിയൊക്കെ ആയിട്ടാണ് ചിത്രീകരിച്ചത്. പൊതുവെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് സൂപ്പർ നാച്ചുറൽ എബിലിറ്റി ഉണ്ടെന്നും അതുപോലെ അവർ ബ്ലെസ്ഡ് ആയിട്ടുള്ള കുട്ടികളാണെന്നും ഒക്കെ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമുക്കിടയിലുണ്ട്. എന്താണ് ഈ ഓട്ടിസത്തിനെ പറ്റി പറയാനുള്ളത്? ചേച്ചി, അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ ആവേശം കൂടുതലാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണെങ്കിലും കൺവെൻഷണൽ മീഡിയ ആണെങ്കിലും എന്തെങ്കിലും അന്ധവിശ്വാസങ്ങളുടെ ഒരു കാര്യമുണ്ടെങ്കിൽ അതിനെ എക്സാജറേറ്റ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഡീബങ്ക് ചെയ്യപ്പെട്ടു. ഇപ്പോൾ അത് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ എന്നിരുന്നാലും ഓട്ടിസം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രോഗാവസ്ഥയാണ്. അത് പ്രിവലൻസ് ഭയങ്കര കുറവാണ്. അതായത് ഒരു 1%, ലെസ് ദാൻ 1% ഒക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ ഓട്ടിസം ഉള്ള കുട്ടികൾ. പക്ഷേ ഓട്ടിസത്തിൻ്റെ കണക്ക് പോലും എക്സാജറേറ്റ് ചെയ്ത് പലരും കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള കുട്ടികളെ പോലും ഓട്ടിസ്റ്റിക് ആണ് എന്നുള്ളൊരു വിലയിരുത്തലേക്ക് നമ്മുടെ സമൂഹം പോകുന്നുണ്ട്. അത് തെറ്റാണ്. 1% കുട്ടികളിൽ ഓട്ടിസം കാണപ്പെടുന്നുണ്ട്. ഇത് പ്രധാനമായും ഓട്ടിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആ കുട്ടിക്ക് പുറം ലോകവുമായി സംവേദിക്കാനുള്ള ഒരു കഴിവ് നഷ്ടപ്പെടുക. തൻ്റേതായ ലോകത്ത് മാത്രമായിട്ട് എലോൺനെസ്, അതാ ഒറ്റയ്ക്ക് തന്നെ തൻ്റേതായ ഒരു ലോകത്തിലേക്ക് ചുരുങ്ങിക്കൂടുന്ന ഒരു വളരെ മാർക്കഡ് ആയിട്ടുള്ളൊരു അന്തർമുഖത്വമാണ് ഓട്ടിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. ആ ഒരു വാക്ക് തന്നെ വന്നത് ആ ഒരു പ്രത്യേകത മൂലമാണ്. ഇത്തരം കുട്ടികൾ ഒരു ക്രൗഡിനിടയിലാണെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കിടയിലാണെങ്കിലും അവരൊറ്റയ്ക്കിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് കുട്ടികളുണ്ട്, അവർ പരസ്പരം ഐഡൻറ്റിഫൈ ചെയ്ത് അവർ കളിക്കാൻ തുടങ്ങി, അല്ലേ. അവരുടെ ഒരു നാച്ചുറൽ ടെൻഡൻസിയാണ് കുട്ടികളെ, അവരുടെ പ്രായത്തിലുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കൂടെ കളിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷേ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ ഇതിന് യാതൊന്നും മെനക്കെടില്ല. അവരുടേതായ ലോകത്ത് ആരും ജീവിക്കുന്നത്, മറ്റു കുട്ടികളുമായിട്ടോ യാതൊരു കമ്മ്യൂണിക്കേഷനും ഉണ്ടാവില്ല. രണ്ടും ലാംഗ്വേജിൻ്റെ പ്രശ്നമാണ്. അവർക്ക് സ്പോക്കൺ ലാംഗ്വേജ് ആണെങ്കിലും മറ്റു രീതിയിലുള്ള ലാംഗ്വേജ് എക്സ്പ്രഷൻസ് ഒന്നും ഡെവലപ്ഡ് ആയിരിക്കില്ല. ലാംഗ്വേജിൻ്റെ വലിയൊരു എംപയർമെൻറ്റ് അവർക്കുണ്ടാവും. അതുപോലെ തന്നെ നോൺ വെർബൽ ആയിട്ടുള്ളതാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ. പിന്നെ ചില പാറ്റേൺസ് ഓഫ് ബിഹേവിയർ, അപ്പോൾ നമ്മൾ സ്റ്റീരിയോടൈപ്പിക് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ എന്ന് പറയും. അതിപ്പോൾ നമുക്ക് ഓടാണെന്ന് തോന്നുന്ന ചില ബിഹേവിയർ അവർ ചെയ്തുകൊണ്ടിരിക്കും. ഒരേ കാര്യം തന്നെ, ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കൈ കൊടുത്താൽ ഒരു മണിക്കൂറുകളോളം ആ സാധനം തന്നെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ കറങ്ങുന്ന എന്തെങ്കിലും വസ്തുവിൽ കണ്ടു കഴിഞ്ഞാൽ അതിൽ തന്നെ കണ്ണും നട്ടിരിക്കുക. ഇത്തരത്തിലുള്ള ചില ബിഹേവിയർ, സ്റ്റീരിയോടൈപ്പിക് പാറ്റേൺ ഓഫ് ബിഹേവിയർ കാണിക്കാറുണ്ട്. പിന്നെ അവരുടെ ആ റൂട്ടീൻ മാറിക്കഴിഞ്ഞാൽ അവർ ഡിസ്റ്റർബ്ഡ് ആവും. ഒരേ റൂട്ടീനായിരിക്കും, ഒരേ റൂം അല്ലെങ്കിൽ ഒരേ ആളുകൾ, ഒരേ വീട്, ഒരേ ഭക്ഷണം, ഇത്തരത്തിലുള്ള ആ ഒരു ഒന്നിൽ തന്നെ സ്റ്റക്ക് ഓൺ ചെയ്യുക. ആ സിറ്റുവേഷൻ മാറിക്കഴിഞ്ഞാൽ, അവന് ചുറ്റുമുള്ള ആളുകൾ മാറിക്കഴിഞ്ഞാൽ ഓട്ടിസ്റ്റിക് കുട്ടികൾ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു, അവർ ദേഷ്യം കാണിക്കും. അവർക്കത് ആ മാറ്റത്തോട് അഡാപ്റ്റ് ചെയ്യാൻ തീരെ പറ്റാത്ത കുട്ടികൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പിക്ചറാണ് നമ്മൾ ഓട്ടിസം എന്ന് പറയുന്നത്. പല ഗ്രൂപ്പ് ഓഫ് കണ്ടീഷൻ, ഇപ്പോൾ ആസ്പെർഗർ സിൻഡ്രോം, റെറ്റ് സിൻഡ്രോം, അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പല ടൈപ്പ് ഓഫ് ഓട്ടിസം നമ്മൾ ഓട്ടിസം
ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ചോദ്യം എന്ന് പറയുന്നത് ഓട്ടിസ്റ്റായ കുട്ടികൾക്ക് അപ്പോൾ ഓട്ടിസത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 70 മുതൽ 75% കുട്ടികൾക്കും ഇൻ്റലിജൻസ് ഇമ്പയർമെൻറ്റ് കൂടെ ഉണ്ടാവാറുണ്ട്. അവരുടെ ബുദ്ധിപരമായിട്ടുള്ള പരിമിതികൾ കൂടെ ഒരു ഭൂരിപക്ഷം ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്കുമുണ്ട്. പക്ഷേ ഒരു 25% മുതൽ 30% ഉള്ള കുട്ടികൾക്ക് നോർമൽ അല്ലെങ്കിൽ ആവറേജ് ഇൻ്റലിജൻസും ഉണ്ട്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജാണ്. അത്തരം കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. പിന്നെ ഈ പറയുന്ന അസാമാന്യമായിട്ടുള്ള കഴിവുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സാവൻ്റ് ഓട്ടിസം എന്നാണ് പറയുക യൂഷ്വലി. അതായത് ഒരു 10% കുറവ് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് ചില കഴിവുകൾ, ചില മേഖലകളിൽ അവർ അസാമാന്യമായിട്ടുള്ള പ്രതിഭാവിലാസം കാണിക്കാറുണ്ട്. ഇപ്പോൾ സംഗീതത്തിൽ പിയാനോ വായിക്കുക, ചില സ്കിൽ, ഇപ്പോൾ ചിത്രരചനയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്ന കാര്യത്തിൽ ഇത്തരത്തിലുള്ള സവിശേഷതകൾ അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും അത് അമാനുഷികമായിട്ടുള്ള കാര്യമല്ല, ശ്രദ്ധിക്കണം, വാക്ക് ശ്രദ്ധിക്കണം. അസാമാന്യമായിട്ടുള്ള കഴിവാണ്, പക്ഷേ അമാനുഷികമായിട്ടുള്ള കഴിവല്ല, മാജിക്കലായിട്ടുള്ള കഴിവല്ല. മനുഷ്യനെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ അവർ ചില ജീനിയസ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് കാണിക്കുന്നുണ്ട്. തീർച്ചയായും അത്തരം കാര്യങ്ങളുള്ള കുട്ടികളെ വളരെയേറെ പ്രോമിസിംഗ് ആണ്. കാരണം അവരുടെ റീഹാബിലിറ്റേഷൻ കാര്യത്തിലുമൊക്കെ അവരുടെ ആ സ്കില്ലുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അവരുടെ റീഹാബിലിറ്റേഷൻ ആണെങ്കിൽ അവരുടെ സോഷ്യൽ ആയിട്ടുള്ള ഇടപെടലുകൾക്കൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള സ്കില്ലുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. എല്ലാ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ കുട്ടികളും ഇത്തരത്തിലുള്ള കഴിവുള്ളവരാണ് എന്നുള്ള അതിവായനയാണ്. അത് അങ്ങനെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല തെറ്റിദ്ധാരണകളും സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട് ഓട്ടിസത്തെക്കുറിച്ച്. അതുകൊണ്ടുകൂടിയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ ഐ തിങ്ക് ഡീബാങ്കിങ് ആയിട്ടുള്ള ഒരു വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും ഇത്തരത്തിലുള്ള കഴിവുകളുണ്ട്. ഇപ്പോൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിക്കാണെങ്കിലും ഏത് കുട്ടിക്കാണെങ്കിലും ഇത്തരത്തിലുള്ള കഴിവുകൾ, മാനുഷികമായിട്ടുള്ള കഴിവുകളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആദ്യ ഘട്ടത്തിൽ തന്നെ അത് തള്ളിക്കളയാൻ കഴിയും. പലപ്പോഴും പിന്നീട് ഇത്തരത്തിലുള്ള കഴിവുകളൊക്കെ ഉണ്ട് എന്ന് പറയുന്നവരുടെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും നമ്മൾ കേൾക്കാറില്ല. മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ പോലെയുള്ള ഇത്തരത്തിലുള്ള അവരറിഞ്ഞോ അറിയാതെയോ അവർ ഈ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് സ്വയം, തൻ്റെ കുട്ടിക്ക് എന്തോ കഴിവുണ്ട് എന്ന് സ്വയം ധരിച്ചു വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ടോക്സിക് റിലേഷൻഷിപ്പ്, ടോക്സിക് ബോണ്ടിങ് ഒക്കെ. പക്ഷേ എന്നാൽ അത്ര കണ്ട് ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയമുണ്ട്, ടോക്സിക് പേരൻറ്റിങ്. എങ്ങനെയാണ് പേരൻറ്റിങ് ടോക്സിക് ആകുന്നത്? പാരൻറ്റിങ്ങിനെ കുറിച്ച് ഒരുപാട് തർക്ക വിഷയമാണ് അല്ലേ. ഇപ്പോൾ ഓരോ കൾച്ചറിലും പാരൻറ്റിങ് ശൈലികൾ വ്യത്യസ്തമാണ്. പക്ഷേ പൊതുവേ നമ്മുടെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കണ്ടുവന്നിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളൊക്കെ ശിക്ഷിക്കപ്പെട്ട് വന്നിട്ടുള്ള ഒരു പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പാരൻറ്റിങ് അല്ലേ. അതായത് ഞങ്ങൾ മുതിർന്ന ആളുകളാണ്, ഞങ്ങൾ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് അഹോരാത്രം പണിയെടുക്കുന്നത്, ജീവിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ അധ്വാനിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾ ചെയ്താൽ മതി. ഇത്തരത്തിലുള്ള ഒരു അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്ങിലാണ് പൊതുവേ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുട്ടികളുടെ ഇമോഷൻസിനെയും കുട്ടികളുടെ താല്പര്യങ്ങളെയും അവരുടേതായ ലോകത്തേക്ക് ഈ പാരൻസ് ഇറങ്ങി ചെല്ലുന്നില്ല. അല്ലെങ്കിൽ നേരെ മറിച്ച് പാരൻസ് പറയുന്ന വഴികളിലൂടെ സ്വാഭാവികമായിട്ടും പാരൻസ് നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവർ കുട്ടികൾ നന്നായി പഠിച്ച് അവർ കുട്ടികൾ നല്ല ജോലി വാങ്ങിക്കണം, സമൂഹത്തിൽ ഉന്നതിയിലെത്തണം എന്നൊക്കെയുള്ള ഒരു ധാരണയിൽ തന്നെ ചെയ്യുന്നത്. പക്ഷേ അതിനകത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്. പലപ്പോഴും നേരത്തെ പറഞ്ഞ പല പ്രശ്നങ്ങളുള്ള കുട്ടികൾ, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളായിക്കോട്ടെ, ADHD ഉള്ള കുട്ടികളായിക്കോട്ടെ, അങ്ങനെ കുട്ടികൾ അല്ലെങ്കിൽ നോർമലായിട്ട് ഇപ്പം എന്തെങ്കിലും മാനസികാരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത കുട്ടികളും ഓരോ കുട്ടികളും ഓരോ പോലെയാണ്. ചിലർ കലാപരമായിട്ട് കഴിവുള്ള കുട്ടികളാണ്, ചില അക്കാഡമിക് കാര്യങ്ങളിലായിരിക്കും കഴിവ് വരുന്നത്, ചില കുട്ടികൾക്ക് കായികപരമായിട്ടുള്ള കാര്യങ്ങളും. ഇതൊന്നും പരിഗണിക്കാതെ ഒറ്റ അച്ചിൽ എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന രീതിയിലുള്ള ഒരു പാരൻറ്റിങ് സ്റ്റൈലാണ് നമ്മുടെ പൊതുവേ ട്രഡീഷണലി നമ്മൾ കാണുന്നത്. നമ്മുടെ ഒരു സ്കൂളിംഗ് മെത്തേഡും പൊതുവേ അങ്ങനെയായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സമയത്ത് ഈ വ്യതിരിക്തമായിട്ടുള്ള കഴിവുകളുള്ള കുട്ടികൾ അവിടെ അവഗണിക്കപ്പെടുകയാണ്. അവരുടെ ഇമോഷൻസ് ആണെങ്കിലും അവരുടെ കഴിവുകളൊന്നും ഈ പ്രായപൂർത്തിയായ ആളുകൾ പരിഗണിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആവാറുണ്ട്. അവർ പാരൻസ് ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അവർക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നതിൻ്റെ ഒരു പ്രശ്നമാണെങ്കിലും, പാരൻസ് അവരുടെ കാര്യങ്ങൾ അറിഞ്ഞില്ല എന്നുള്ള പ്രശ്നമാണെങ്കിലും ഒക്കെ വരാറുണ്ട്. ഇത് പലപ്പോഴും പല കുട്ടികൾക്കും അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂസ് വരാറുണ്ട്. നേരത്തെ പറഞ്ഞ സ്ട്രെസ്സായിട്ട് അവരിൽ നിലനിൽക്കും. ഇത് നീണ്ടുപോയി കഴിഞ്ഞാൽ ഉത്കണ്ഠാരോഗങ്ങൾ, വിഷാദ രോഗം പോലുള്ള വളരെ ഗുരുതരമായിട്ടുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഈ കുട്ടികളെ നയിക്കുകയും അവരുടെ ഭാവിയെ അത് ഗുരുതരമായി തന്നെ ആത്മഹത്യാ പ്രവണത അടക്കമുള്ള കാര്യങ്ങൾ, ചില കുട്ടികൾ ലഹരി ഉപയോഗത്തിലേക്ക്, ചില കുട്ടികൾ റിബല്യസ് ആറ്റിറ്റ്യൂഡിലേക്ക് പോകും. പിന്നെ മറ്റൊന്നാണ് ഈ കൗമാരക്കാരുടെ പ്രശ്നം പറയുന്ന സമയത്ത്, ഈ കൗമാരത്തിലേക്ക് ചാടുന്ന ഒരു പ്രായമുണ്ടല്ലോ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു ടീൻ ഏജിലേക്ക് പോകുന്ന കാലത്ത് ആ കുട്ടികളിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഇത് പാരൻസ് കാണുന്ന ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലോ അവർ റിബല്യസ് ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ ഇത്രകാലം ഇപ്പോൾ പല അമ്മമാരും നമ്മുടെ അടുത്ത് പറയാറുണ്ട്, ഇവൻ ഇത്രകാലം
വളരെ അനുസരണയുള്ള കുട്ടിയായിരുന്നു. ഞാൻ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു അടി പോലും മുന്നോട്ട് വെക്കാത്ത കുട്ടിയായിരുന്നു, അല്ലേ? എപ്പോഴും എന്ത് കാര്യവും സ്കൂളിലുള്ള എല്ലാ കാര്യവും എൻ്റെ അടുത്ത് തുറന്നു പറയുന്നു. ഇപ്പം അതൊന്നും പറയുന്നില്ല. ഇവന് കൂട്ടുകാർ മതി, അച്ഛനും വേണ്ട അമ്മയും വേണ്ട, ഇവൻ നമ്മുടെ ഇരുന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്, ഇവന് കൂട്ടുകാരുമായിട്ടാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്, ഇത്തരത്തിലുള്ള പരാതിയായിട്ട് പറയുന്നുണ്ട്. ഞാൻ പറയും ഇറ്റ്സ് എ നോർമൽ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് ആണ്. കുട്ടികൾ ആ കുടുംബത്തിൻ്റെ ആ ഒരു കൂട്ടിൽ നിന്നും സമൂഹത്തിലേക്ക് പറക്കുന്നതിൻ്റെ ഒരു ആദ്യ ലക്ഷണമാണ്, സോഷ്യലൈസ് ചെയ്യുന്നതിൻ്റെയൊക്കെ ആദ്യ ലക്ഷണമാണ് ഈ പറയുന്ന സിംറ്റമായിട്ട് അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ കുട്ടികളുടെ നോർമലായിട്ടുണ്ടാകുന്ന മാനസിക വളർച്ചയും പെരുമാറ്റ മാറ്റങ്ങളും ഒന്നും മനസ്സിലാക്കാതെ പാരൻസ് എൻ്റെ കുട്ടി ഈ രീതിയിൽ പെരുമാറണം എന്ന് പറയുന്ന ഒരു ടോക്സിക് പാരൻറ്റിങ്ങിൻ്റെ സ്റ്റൈലാണ്. അത് മാറ്റിയെടുക്കുക, കുറച്ചുകൂടെ മനഃശാസ്ത്രപരമായിട്ട് കുട്ടികളുടെ മനഃശാസ്ത്രത്തെ മനസ്സിലാക്കുക, ശാസ്ത്രീയമായ വീക്ഷണത്തോടു കൂടി കുട്ടികളെ സമീപിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കുട്ടികളിൽ അത് മാറ്റങ്ങൾ ഉണ്ടാവുകയും നമുക്ക് നല്ല ആരോഗ്യകരമായിട്ടുള്ളൊരു തലമുറയെ മാറ്റിയെടുക്കാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ ഒരു ക്ലാസ് വേണ്ടത് പേരൻസിനാണല്ലേ? തീർച്ചയായിട്ടും പാരൻസിന് ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവുണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് വളരെയേറെ ഗുണകരമായിരിക്കും എന്നാണ്. പക്ഷേ പാരൻസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ലേണിംഗ്, അവൻ കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, മാറ്റിയെടുക്കാൻ ഈഗോ സമ്മതിക്കില്ല, പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ സയൻറ്റിഫിക് ടെമ്പർ പോലെ നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു കാര്യം കൂടെയാണ് ഈ കാര്യങ്ങളെന്ന് പറയുന്നത്. ഒരു വിദ്യാർത്ഥി പ്രിൻസിപ്പലിന് നേരെ കൊലവിളി നടത്തിയ ആ ഒരു വാർത്ത പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്തത്. ടീനേജേഴ്സ് ഇപ്പോൾ കത്തിക്കുത്ത്, കൊലപാതകം പോലുള്ള സംഭവങ്ങളിലൊക്കെ അതിലൊക്കെ ഒരു പ്രതിയാകുന്നത്, അതിൻ്റെയൊക്കെ ഭാഗമാകുന്നത് ഇന്നൊരു നമ്മളെ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയൊന്നുമില്ല, നമ്മൾ സ്ഥിരം കേൾക്കുന്ന വാർത്തയാണ്. ശരിക്കും എന്താണ് ഈ കുഞ്ഞുങ്ങളുടെ ക്രിമിനൽ മെൻറ്റാലിറ്റിക്ക് പിന്നിലുള്ള മനഃശാസ്ത്രം? ചില കുട്ടികളെങ്കിലും ക്രിമിനൽ മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ന്യൂ ഇയറിൽ തൃശ്ശൂരിൽ നിന്ന വാർത്ത, 16 വയസ്സുള്ളൊരു കുട്ടിയാണ് സ്റ്റാബ് ചെയ്തു, മറ്റൊരു വ്യക്തിയെ സ്റ്റാബ് ചെയ്തു എന്ന് പറഞ്ഞ്. അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ റെയറായിട്ടാണെങ്കിലും നമ്മൾ കേൾക്കുന്നുണ്ട്. ചില കുട്ടികളിലെങ്കിലും പ്രായപൂർത്തിയാവുന്നതോടുകൂടി ചില സ്വഭാവ ദൂഷ്യങ്ങളിലേക്ക് കടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കോണ്ടാക്ട് ഡിസോർഡർ എന്നാണ് പൊതുവേ നമ്മൾ പറയുക. അപ്പോൾ അനുസരണക്കേട് വളരെ മാർക്കഡ് ആയിട്ടുള്ള, സാധാരണ കൗമാരത്തിൽ കാണുന്ന ആ ഒരു റിബല്യസ് ആറ്റിറ്റ്യൂഡും ഉപരിയായിട്ട് മാർക്കഡ് ആയിട്ടുള്ള അനുസരണക്കേട് കാണിക്കുക. ഇപ്പോൾ വീട്ടിൽ പഠനത്തോട് താല്പര്യം കുറയുക, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി സ്കൂളിലേക്ക് പോകുന്നില്ല, പുറത്തേക്ക് ഇറങ്ങി നടക്കുക, അല്ലെങ്കിൽ ട്യൂഷൻ സെൻറ്ററിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ആ പൈസ എടുത്തുകൊണ്ട് പോവുക, ചെറിയ ചെറിയ മോഷണങ്ങൾ നടത്തുക, അച്ഛൻ്റെ പോക്കറ്റിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ വേറെ അടുത്ത വീട്ടിൽ നിന്നൊക്കെ പൈസ എടുക്കുക, നിരന്തരമായിട്ട് കള്ളം പറയുക, കൂട്ടുകാരുടെ കൂടെ പോയി നമ്മളറിയാതെ ആ പൈസ ചിലവഴിക്കുക, ചെറിയ ചെറിയ ഗ്യാങ് ആക്ടിവിറ്റീസിൽ സ്കൂളിലാണെങ്കിലും ചില അടിപിടി കേസുകളൊക്കെ ചിലപ്പോൾ ഉണ്ടോ, ഗ്യാങ് ആക്ടിവിറ്റീസ്, ചെറിയ ഗ്രൂപ്പായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടുന്ന കുട്ടികൾ, മുതിർന്ന ആൻറ്റി സോഷ്യൽ എലമെൻസ് ഉള്ള ആളുകളുമായിട്ട് ചങ്ങാത്തം കൂടുന്ന കുട്ടികൾ, അവരുടെ കൂടെ ചേർന്ന് സിഗരറ്റ് വലിക്കാനും മദ്യപിക്കാനും മറ്റ് ലഹരി വസ്തുക്കളൊക്കെ പരിശീലിക്കുന്ന കുട്ടികൾ, റയറായിട്ടാണെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ക്രൈമുകളിൽ ഏർപ്പെടുന്ന കുട്ടികൾ, ഇതൊക്കെ കോണ്ടാക്ട് ഡിസോർഡർ എന്ന് പറയുന്ന സ്വഭാവ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. ഇതും ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. പാരമ്പര്യ ഘടകങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ വളർച്ച, അതായത് നേരത്തെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ അവരുടെ സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ആ കുട്ടികൾ കാണുന്ന പ്രശ്നങ്ങൾ, ക്രൈമുകൾ കണ്ടു വളരുന്ന കുട്ടികൾ, ക്രൈമുകൾ ഏൽക്കേണ്ടി വരുന്ന കുട്ടികൾ, ഇപ്പോൾ ഫിസിക്കലായിട്ടും സെക്ഷലായിട്ടും സൈക്കോളജിക്കലായിട്ടും ഒക്കെ അബ്യൂസ് ചെയ്യപ്പെടുന്ന കുട്ടികൾ, പാരൻറ്റിങ് ഇഷ്യൂസ് ഉള്ള സിംഗിൾ പാരൻറ്റിങ്ങിൽ അല്ലെങ്കിൽ നിരന്തരമായിട്ട് അച്ഛനും അമ്മയും വഴക്ക് കൂടുന്ന കുട്ടികൾ, തൻ്റെ മുന്നിൽ വെച്ച് അടി കൂടുന്നത് കാണുന്ന കുട്ടികൾ, ഇത്തരത്തിലുള്ള സൈക്കോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സും പാരമ്പര്യ ഘടകങ്ങളും ഒക്കെ ഇത്തരത്തിലുള്ള കോണ്ടാക്ട് ഡിസോർഡറിലേക്ക് കുട്ടികളെ നയിക്കാറുണ്ട്. സോ ഇത്തരത്തിലുള്ള കുട്ടികളെ തിരിച്ചറിഞ്ഞ് നേരത്തെ തന്നെ അവർക്ക് ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു ബിഹേവിയറൽ ട്രെയിനിങ് കൊടുക്കുക എന്ന് പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ ഒരു കോണ്ടാക്ട് ഡിസോർഡറുള്ള കുട്ടികൾ ഈ രീതിയിൽ പോകുന്ന സമയത്ത് അവർ ഭാവിയിലേക്കുള്ള പൊട്ടൻഷ്യൽ ആൻറ്റി സോഷ്യൽ ബിഹേവിയറുള്ള ആളുകളായി മാറാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. നമ്മളിന്ന് കാണുന്ന ആൻറ്റി സോഷ്യൽ ആളുകളിൽ അല്ലെങ്കിൽ സീരിയലായിട്ടുള്ള ക്രൈം ചെയ്യുന്ന ആളുകൾ, സീരിയൽ കില്ലേഴ്സ്, അതുപോലുള്ള ആളുകളുടെയൊക്കെ ഹിസ്റ്ററി ട്രേസ് ചെയ്യുന്ന സമയത്ത് കുട്ടിക്കാലത്ത് അവർ ഇത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ, കോണ്ടാക്ട് ഡിസോർഡറിൻ്റെ സ്വഭാവ സവിശേഷതകൾ കാണിച്ചിരുന്നു എന്ന് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. സോ ഇത്തരത്തിലുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് കൃത്യമായി അവരെ ഹാൻഡിൽ ചെയ്യാനും ബിഹേവിയറൽ ടെക്നിക്സ് ഇന്ന് അവൈലബിൾ ആണ്. ചില കുട്ടികൾക്കെങ്കിലും അവരുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാനായിട്ട് അല്ല അവരുടെ ഇമ്പൾസീവ് ബിഹേവിയർ കൺട്രോൾ ചെയ്യാനായിട്ട് മെഡിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ പലപ്പോഴും പ്രധാനപ്പെട്ടൊരു കാര്യം, കുട്ടികളിൽ കാണപ്പെടുന്ന പല അസുഖങ്ങളും
കോർമോർബിഡാണ്. അതായത് കോർമോർബിഡിറ്റീസ് എ നോം ഇൻ ചൈൽഡ് സൈക്കാട്രി എന്ന് പറയും. ഇപ്പം നേരത്തെ സൂചിപ്പിച്ച ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡർ ഏതെങ്കിലും ഒരെണ്ണം ഒരു കുട്ടിക്ക് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റതിൻ്റെ ലക്ഷണങ്ങൾ കൂടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ കോണ്ടക്ട് ഡിസോർഡറുള്ള കുട്ടിക്ക് ADHD ലക്ഷണങ്ങൾ, പഠന വൈകല്യത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇത്തരത്തിലുള്ള വളരെ സമഗ്രമായിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള ഇവാലുവേഷനും തെറാപ്പികളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആൻറ്റി സോഷ്യൽ ബിഹേവിയർ, അപ്പോൾ കോണ്ടക്ട് ഡിസോർഡറുള്ള കുട്ടിയെ ഒരു പ്രോ സോഷ്യൽ ബിഹേവിയറിലേക്ക് ചാനൽ ചെയ്യാനും ആ കുട്ടിയുടെ ഭാവി ശോഭനമാക്കാനും നമുക്ക് കഴിയും. പക്ഷെ അതിന് ഒരു ഡോക്ടർ വിചാരിച്ചാൽ, ഒരു സൈക്കോളജി വിചാരിച്ചാൽ മാത്രം നടക്കില്ല. പാരൻസിൻ്റെയും സ്കൂൾ ടീച്ചേഴ്സിൻ്റെയും സമൂഹത്തിൻ്റെ തന്നെ ഒരു സമഗ്രമായിട്ടുള്ളൊരു ഒരു വ്യവസ്ഥിതി ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. കാരണം ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ വളരെ മോശക്കാരെ ചിത്രീകരിക്കുന്ന പ്രവണത നമുക്കുണ്ട്. അത് ഒഴിവാക്കണം. കാരണം ആ കുട്ടികളാണെങ്കിലും അവരുടെ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ കൊണ്ടായിരിക്കും അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ആ കുട്ടികളെ കൂടെ ഒരു എംപതൈസ് ചെയ്തുകൊണ്ട് ആ കുട്ടികളെ നമ്മൾ സമീപിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ ഈ അടുത്തിടെ പുറത്തിറങ്ങിയ ഇന്ത്യയിലെ ഏറ്റവും വയലൻ്റായ സിനിമകളിലൊന്ന് അത് മാർക്കോ, അതിറങ്ങിയത് മലയാളത്തിലാണ്. അതുപോലെ ഒരുപാട് ഭാഷകളിൽ ഇതുപോലെ ഒരുപാട് വയലൻ്റ് ആയിട്ടുള്ള സിനിമകളുണ്ട്. എനിക്ക് തോന്നുന്നു ആ സിനിമകളുടെയൊക്കെ ഏറ്റവും കൂടുതൽ ആരാധകർ ഈ പറഞ്ഞ കൗമാരക്കാരും കുട്ടികളും ഒക്കെ തന്നെയാണ്. ഈ മാർക്കോ സിനിമ ഇറങ്ങിയപ്പോൾ 18+ എന്ന് പ്രത്യേകം എഴുതിയിരുന്നു. കാര്യം കുട്ടികൾ ഈ സിനിമ കാണാൻ പാടില്ല. പക്ഷേ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഈ സിനിമ കാണാൻ പോയപ്പോൾ പറഞ്ഞത് ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അവരായിരുന്നു ഏറ്റവും കൂടുതലെന്ന് ഈ സിനിമ കാണാനായിട്ട്. ശരിക്കും ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ കുട്ടികളെ എത്രത്തോളം സ്വാധീനിക്കും? പലപ്പോഴും സിനിമാക്കാരൊക്കെ പറയുന്നത് നമ്മൾ സിനിമ കണ്ട് ആരും മോശമാവുന്നില്ല, അതൊന്നും സ്വാധീനിക്കില്ല എന്നൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഉദാഹരണങ്ങൾ കാണിക്കും, ഈ സിനിമ കണ്ട് ലോകം മൊത്തം ചീത്തയായോ എന്നൊക്കെ പറയാം. തീർച്ചയായിട്ടും സിനിമ അടക്കമുള്ള മീഡിയകൾ വളരെയേറെ ഇൻഫ്ലുവൻഷ്യലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ആ ഒരു കുട്ടികളുടെ കാര്യത്തിൽ, ടീനേജിൽ വരുന്ന കാലത്ത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഓരോ കുട്ടിക്കും ഓരോ ഡിഗ്രിയിലായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പലപ്പോഴും ആ സിനിമ തിയേറ്ററിനകത്ത് നടക്കുന്നത് ഒരു കാൽപ്പനികം അല്ലെങ്കിൽ സാങ്കല്പികമായിട്ടുള്ളൊരു കാര്യമാണെന്നും അത് സിനിമയാണെന്നും ജീവിതമല്ല എന്നും വേർതിരിച്ചറിയാൻ പറ്റുമെങ്കിൽ കൂടിയും പല രീതിയിൽ അത് ഇൻഫ്ലുവൻഷ്യലാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പ്രത്യേകിച്ചും ക്രൈമുകൾ, വയലൻസ്, ലഹരി ഉപയോഗം. കാരണം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ മോഹൻലാൽ മുണ്ടുമടക്കി മീശ വിരിച്ച് അടിക്കുന്നതൊക്കെ വളരെ ആവേശത്തോടു കൂടിയാണ് നമ്മൾ തിയേറ്ററിൽ കണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻഷ്യലാണ്. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച കോണ്ടക്ട് ഡിസോർഡർ, ബിഹേവിയറൽ സിംറ്റംസ് ഉള്ള ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അവർക്ക് തോന്നുന്ന ഇത്തരത്തിലുള്ള ക്രൈമുമായി ബന്ധപ്പെട്ട് തോന്നുന്ന വികാരങ്ങളൊക്കെ തെറ്റില്ല, അതൊക്കെ ചെയ്യാം, നായകൻ അത് ചെയ്യാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് സ്വാഭാവികമായി എത്തും. നിരന്തരമായിട്ടുള്ള ഇത്തരം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള കാര്യം, സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, സിനിമയിലായിക്കോട്ടെ, ഇത് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിന് വേണ്ടത് കൃത്യമായ സെൻസറിങ് ആണ്. ഇത്തരത്തിലുള്ള രംഗങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായി തന്നെ അത് അഡൽട്ട്സ് ഓൺലി അല്ലെങ്കിൽ 18+ എന്നുള്ള കാറ്റഗറി പെടുത്തുകയും കുട്ടികൾ ഇത്തരം സിനിമകൾ കാണുന്നില്ല എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ബാധ്യത, ഒരു കടമ കൂടെയാണ്. ഓഡിയൻസിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ്. പഠന വൈകല്യമുള്ള കുട്ടികളെ ഇന്ന് ധാരാളമായി പൊതുവിദ്യാലയങ്ങളിൽ വരുന്നുണ്ട്. ഇത്തരം കുട്ടികളെ സ്പെഷ്യൽ സ്കൂളിൽ വിടുന്നതല്ലേ ഉചിതം? നമ്മുടെ സ്പെഷ്യൽ സ്കൂളുകൾ എത്രത്തോളം ഇത്തരത്തിലുള്ള കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാൻ അവിടെ സൗകര്യങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മുടെ സ്പെഷ്യൽ സ്കൂളുകൾ പലപ്പോഴും ഇൻ്റലക്ച്വൽ ഇമ്പയർമെൻ്റ് ഉള്ള കുട്ടികളെ, ചില IQ 70 താഴെ IQ ഉള്ള കുട്ടികളെ സ്വാഭാവികമായിട്ടും മറ്റു കുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിക്കാൻ അവർക്ക് കഴിയില്ല. അവർക്ക് അക്കാഡമിക്കലി തന്നെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അക്കാഡമിക് അച്ചീവ്മെൻറ്റ് കിട്ടാനായിട്ട്. സോ അത്തരത്തിലുള്ള ഇൻ്റലക്ച്വൽ ഇമ്പയർമെൻ്റ് ഉള്ള കുട്ടികളെ അവരുടെ അഡാപ്റ്റീവ് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക, അവർക്ക് ഒരു നോർമലായിട്ടുള്ള ഒരു സോഷ്യൽ ലൈഫ് എങ്ങനെ സാധ്യമാക്കാൻ, അവരുടെ ഉള്ള ഇൻ്റലക്ച്വൽ എബിലിറ്റി വെച്ചുകൊണ്ട് എങ്ങനെ അവർക്കൊരു സാമൂഹ്യ ജീവിതത്തിലേക്ക് മുന്നോട്ട് നടത്താം, സ്വയം കെയർ ചെയ്യാനും ഒക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ജോലിയെടുത്ത് ജീവിക്കാനൊക്കെയുള്ള ഒരു പ്രാപ്തിയിലേക്ക് ആക്കാം എന്നതൊക്കെയാണ് സ്പെഷ്യൽ സ്കൂളും കൊണ്ട് പൊതുവേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ നമുക്ക് സ്പെഷ്യൽ സ്കൂളിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഇത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ നേരത്തെ തന്നെ ഇപ്പം 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ വെച്ച് നമ്മൾ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ റെമഡിയൽ എഡ്യൂക്കേഷൻ കൊടുത്താൽ മതി. അതായത് ഓരോ സ്കൂളുകളും ഇന്നിപ്പോൾ BRCകൾക്ക് കണക്ട് ചെയ്തുകൊണ്ട് സ്പെഷ്യൽ ടീച്ചേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് എല്ലാ സ്കൂളുകളും ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. സോ സ്പെഷ്യൽ ടീച്ചേഴ്സിന് ഇത്തരത്തിലുള്ള കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യാനും അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കാനും കഴിയും. ഇപ്പോൾ ഒരു വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അയക്കുന്നതിന് പകരം കോമൺ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെച്ച് തന്നെ ചില ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഇത്തരം കുട്ടികളെ മാറ്റിയെടുക്കാമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം.
അല്ലെങ്കിൽ ഇത്തരം കുട്ടികൾക്ക് വേണ്ടി തീർച്ചയായും ഒരു എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള റെമഡിയൽ ആയിട്ടുള്ള ഒരു കറക്റ്റീവ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വേണമെന്ന് തന്നെയാണ്. അത് സ്പെഷ്യൽ സ്കൂളുകളാണെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സ്പെഷ്യൽ ടീച്ചേഴ്സിനെ വെച്ചുകൊണ്ട് അത്തരം കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കാവുന്നതാണ്. ADHD പോലെ തന്നെ ക്ലാസ്സുകളിൽ സോഷ്യലി ഒറ്റപ്പെട്ട് കഴിയുന്ന, ആരോടും ഒന്നും മിണ്ടാത്ത കുട്ടികളെയും കാണുന്നുണ്ട്. ഇതെന്ത് അസുഖമാണ്? ഇവരെ എങ്ങനെ സാധാരണ കുട്ടികളെ പോലെ മാറ്റിയെടുക്കാൻ സാധിക്കും? ഇപ്പോൾ ഇൻട്രോവേർട്ടായിട്ടുള്ള കുട്ടികളെ അത് ഈ സോഷ്യലി അത്ര മിങ്കിൾ ചെയ്യാതെ ഒറ്റയ്ക്കിരിക്കുന്ന, അത്ര ആക്റ്റീവായിട്ട് ഇപ്പോൾ കളിക്കാൻ വിട്ടാലും മറ്റു കുട്ടികളുടെ കൂടെ കളിക്കാത്ത കുട്ടികളൊക്കെ യൂഷ്വലി ഉണ്ടാവാറുണ്ട്. ഇതൊരു സിംറ്റം മാത്രമാണ്. അത് പല കാരണങ്ങളുടെയും ഒരു സിംറ്റമാണ്. ആ കുട്ടിയുടെ ചിലപ്പോൾ സോഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം. വീട്ടിൽ നിരന്തരമായിട്ട് പ്രശ്നമുള്ള കുട്ടിയായിരിക്കാം. വീട്ടിൽ ചെന്നാൽ പാരൻസിൻ്റെ സ്നേഹം കിട്ടുന്നുണ്ടാവില്ല, അവിടെ വഴക്കായിരിക്കാം. അല്ലെങ്കിൽ ആ കുട്ടിക്ക് തന്നെ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന കുട്ടിയായിരിക്കാം. അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച വിഷാദ രോഗം പോലെ അല്ലെങ്കിൽ ഉത്കണ്ഠാരോഗം പോലെയുള്ള പ്രശ്നങ്ങളുള്ള കുട്ടിയായിരിക്കാം. അല്ലെങ്കിൽ ചില ഓട്ടിസത്തിൻ്റെ ചില ലക്ഷണങ്ങളായിട്ടും അത് വരാം. അല്ലെങ്കിൽ പഠന വൈകല്യം ഉള്ള കുട്ടിയായിരിക്കാം. അവന് പഠിക്കാൻ ശ്രമിച്ചിട്ട് പഠിക്കാൻ പറ്റാത്തതിൻ്റെ നിരാശയിലേക്ക് പോകുന്നുണ്ടാവും. ഇങ്ങനെ പല രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ, പല രീതിയിലുള്ള രോഗാവസ്ഥകളുടെ ലക്ഷണമായിരിക്കാം ആ കുട്ടിയിലുണ്ടാവുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെറിയ രീതിയിലൊന്ന് മോട്ടിവേറ്റ് ചെയ്താൽ തന്നെ ആ കുട്ടി ഓക്കെ ആവും. അപ്പോൾ എന്താണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു നിർണയം അവിടെ വേണം. അതിനുശേഷമായിരിക്കും ഇത്തരം കുട്ടികളെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നത്. ഒരു കൗതുകമുള്ള ചോദ്യമാണ്. കണ്ണ് കാണുന്ന ഒരാളും കണ്ണ് കാണാത്ത ഒരാളും സ്വപ്നം കാണാറുണ്ട്. അങ്ങനെയെങ്കിൽ കണ്ണ് കാണാത്ത ഒരാൾ എങ്ങനെയാണ് സ്വപ്നം കാണുന്നത്? അതെങ്ങനെയായിരിക്കും അവർക്ക് അനുഭവപ്പെടുക? കാരണം അത് അവരുടെ അനുഭവം എനിക്ക് മനസ്സിലാക്കാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ സ്വപ്നങ്ങളെന്ന് പറയുന്നത് ബേസിക്കലി അതൊരു അനുഭവമാണ്. നമ്മൾ കാണുക എന്ന് പറയുന്ന ഒരു അനുഭവം. അപ്പോൾ സ്വപ്നത്തിൽ കാഴ്ച മാത്രമല്ല, കേൾവി ഉണ്ടാവും, പല രീതിയിലുള്ള പെർസെപ്ഷൻസ് അതിനകത്തുണ്ടാവാം. സ്വപ്നങ്ങളെക്കുറിച്ച് പറയുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴും തലച്ചോറിൻ്റെ പല ഭാഗങ്ങളും അവിടെ സജീവമാണ്, സക്രിയമാണ്. അല്ലെങ്കിൽ നമ്മൾ രാവിലെ നമ്മുടെ അനുഭവങ്ങളെയൊക്കെ നമ്മുടെ ബ്രെയിൻ മെമ്മറീസ് ആണെങ്കിലും അനുഭവങ്ങളെയൊക്കെ ഓർഡറാക്കി സൂക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില ഫങ്ഷൻസ് നടക്കുന്നൊരു സമയമാണ് രാത്രി എന്ന് പറയുന്നത്. സോ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ ബ്രെയിനിൻ്റെ പല ഭാഗങ്ങളും ഉറങ്ങുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ബ്രെയിനിൽ നടക്കുന്ന പല മെക്കാനിസംസും നമ്മൾ അവെയർ ആകുമ്പോഴാണ് നമ്മൾ സ്വപ്നം കാണുക അല്ലെങ്കിൽ സ്വപ്നം അനുഭവിക്കുക എന്ന് പറയുന്നത്. സോ അന്ധനായിട്ടുള്ള വ്യക്തിയുടെ സ്വപ്നാനുഭവത്തെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് ഞാനത് കേട്ടിട്ടില്ല, ഞാൻ പങ്കുവച്ചിട്ടില്ല അങ്ങനെ. സോ അവർക്കുണ്ടാകുന്ന സ്വപ്നാനുഭവം എന്തായിരിക്കും? അവരുടെ അനുഭവങ്ങൾ തീർച്ചയായും ഉണ്ടാവും. കാരണം അവർ ഈ ലോകത്താണ് ജീവിക്കുന്നത്. പല രീതിയിലുള്ള അനുഭവങ്ങൾ അവർക്ക് ഡേ ടു ഡേ ലൈഫിലുണ്ട്. അത്തരത്തിലുള്ളൊരു അനുഭവമായിരിക്കാം അവരുടെ സ്വപ്നാനുഭവം എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. കാരണം കളേഴ്സ് കാണാത്തൊരു വ്യക്തിക്ക് കളർഫുള്ളായിട്ടുള്ള കാര്യം സ്വപ്നത്തിലൂടെ അനുഭവിക്കാൻ പറ്റും. അത് അസാധ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൗമാരക്കാരിൽ ഒരു രക്ഷിതാവെന്ന നിലയിൽ എന്തെല്ലാം സ്വഭാവ വ്യതിയാനങ്ങളാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്? അവരോട് പെരുമാറുന്ന സമയത്ത് എന്തെങ്കിലും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ശിക്ഷ എന്നൊരു കാര്യത്തെ കുറച്ചുകൂടി പറഞ്ഞാൽ നന്നായിരുന്നു. ശിക്ഷ ആവശ്യമാണോ അതോ വിപരീത ഫലമാണോ ഉണ്ടാക്കുക? ഓക്കെ, കൗമാരകാലഘട്ടത്തിൽ സാധാരണയിൽ പെട്ടെന്നൊരു ചേഞ്ച് കുട്ടികളിൽ വരാറുണ്ട്. അതുവരെ കുട്ടിക്കാലം ആ ഒരു ചൈൽഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അഡൽട്ട് ആവുന്നതിൻ്റെ ചെറിയൊരു യാത്രയാണ് ഈ കൗമാരം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സ്വഭാവത്തിലുണ്ടാവും. അത് നേരത്തെ പറഞ്ഞാൽ അവർ കുറച്ചുകൂടെ സോഷ്യലൈസ് ചെയ്യാൻ, അവർ ആ വീട്ടിൽ അച്ഛൻ, അമ്മ, സഹോദരങ്ങളിൽ നിന്നുള്ള അറ്റാച്ച്മെൻറ്റിൽ നിന്നും കുറച്ചുകൂടെ ഇറങ്ങി സമൂഹത്തിലേക്ക്, കൂട്ടുകാർ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ, അങ്ങനെയുള്ള സോഷ്യലി സൊസൈറ്റിയുമായിട്ട് കൂടുതൽ അടുക്കാനുള്ള പ്രവണത കാണിക്കും. ചില രീതിയിലുള്ള റിബല്യസ് ആറ്റിറ്റ്യൂഡ് അവർ കാണിക്കും, ചോദ്യം ചെയ്ത് തുടങ്ങും. അതുവരെ അച്ഛൻ അമ്മമാർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അനുസരിച്ചിരുന്ന കുട്ടികൾ ഞാനിപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്താൽ എന്താണ് പ്രശ്നം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ നോർമലി കാണിക്കും. പിന്നെ പല കഴിവുകളും, കലാപരമായിട്ടുള്ള കഴിവുകൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള സർഗ്ഗവാസനകളൊക്കെ കൂടുതലായിട്ടും പുറത്തു ചാടുന്നത് കൗമാരക്കാരക്കായുള്ള കുട്ടികളിലാണ്. ചില കുട്ടികൾക്കെങ്കിലും ദേഷ്യം, അത്തരത്തിലുള്ള ഇമ്പൾസീവ് ബിഹേവിയർ കൂടുതലായിട്ട് വരും, ദേഷ്യം കൂടുതലായിട്ട് വരും. ഇതൊക്കെ കോമൺ ആയിട്ട് കാണുന്ന പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടുക, ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. ഇതൊന്നും നമ്മൾ അബ്നോർമലായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. ചോദ്യം എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ എപ്പോഴാണെന്നല്ലേ, ഏത് സമയത്താണ് നമ്മൾ പ്രശ്നത്തിലേക്ക് കുട്ടികളിൽ
സാധാരണ കാണുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നതിൽ കൗമാര കാലഘട്ടത്തിൽ വരുന്നത് ലഹരിയോടുള്ള ആസക്തിയിലേക്ക് പോവാം, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ഈ പറയുന്ന സ്ക്രീൻ അഡിക്ഷനും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. സോ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ ഒരു ഇൻ്റർവെൻഷൻ വേണം. ഇത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ അവരോട് പെരുമാറുന്ന സമയത്ത് എന്താണ് പ്രത്യേകമായിട്ട് ഗൈഡ് ചെയ്യണം. അപ്പോൾ ഇത്തരമുള്ള കുട്ടികളെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർ മുതിർന്ന ആളായി എന്നുള്ള ഒരു ധാരണ ആ കുട്ടികൾക്ക് വന്നിട്ടുണ്ട്. നമ്മളും ആ റെസ്പെക്റ്റോടുകൂടി കുട്ടികളെ കാണുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോഴും കൗമാരത്തിലുള്ള കുട്ടികളെ മാത്രമല്ല, പ്രായപൂർത്തിയായ കുട്ടികളെ പോലും പാരൻസ് കാണുന്നത് കുട്ടിയായിട്ടാണ് കാണുന്നത്. ഒരു കുട്ടിയോട് അവനെ ഇങ്ങനെ പെരുമാറിയിരുന്നോ അതേ രീതിയിൽ തന്നെ ഇപ്പോഴും ആ കൗമാരക്കാരനോട് പെരുമാറിയാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അവർ പ്രായപൂർത്തിയായിട്ടുള്ള ഒരാളായിട്ട് കാണണം. അവരുടെ വികാരങ്ങൾക്കും അവർ പറയുന്ന കാര്യങ്ങൾക്കും നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം. അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അവരുൾപ്പെടുന്ന, അപ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ ഡിസിഷനിൽ അവർക്ക് കൂടെ പങ്കുണ്ട്. എൻ്റെ ഇവിടെ അഭിപ്രായം കേട്ട ശേഷമാണ് പാരൻസ് തീരുമാനം എടുക്കുന്നത് എന്നുള്ളൊരു ഫീൽ അവർക്ക് തോന്നണം. ഇത്തരത്തിലുള്ള അവരുടെ മാനസികാവസ്ഥയുടെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ കൗമാരക്കാരെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിലുള്ള പ്രശ്നം, അവർ നമ്മളറിയാതെ തന്നെ നമ്മളെക്കാളും സ്മാർട്ടറായിരിക്കും, അല്ലെങ്കിൽ നമ്മളെക്കാൾ സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. അവർ നമ്മളെ അറിയാതെ തന്നെ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് അവർക്ക് ഇന്നത്തെ കാലത്ത് വളരെ ഈസി ആയിട്ട് സാധിക്കും. സോ ഇത്തരം കാര്യങ്ങളെ അവർക്കൂടെ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് മാത്രമേ കൗമാരക്കാരുമായിട്ട് ഇടപഴകാൻ പറ്റുള്ളൂ. അതായിരിക്കും കുറച്ചുകൂടെ നല്ലൊരു ആറ്റിറ്റ്യൂഡെന്ന് എനിക്ക് തോന്നുന്നു. ഏതാണ്ട് 2000 കാലഘട്ടത്തിന് ശേഷമാണ് LD കുട്ടികളുടെ എണ്ണം കൂടുതലായി കണ്ടുവരുന്നത്. എന്താണ് അതിന് കാരണം? ലേണിംഗ് ഡിസബിലിറ്റിയുടെ കാര്യമാണ് ചോദിച്ചത്. 2000-ന് ശേഷം അത് കൂടുതലായിട്ട് അതുവരെ അധികമാരും ലേണിംഗ് ഡിസബിലിറ്റി എന്നൊന്നും അധികം പൊതുസമൂഹം അധികം കേട്ടിട്ടില്ല. പിന്നെ ഈ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഒക്കെ കുട്ടികൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഡയഗ്നോസ് ചെയ്ത കുട്ടികൾക്ക് സ്ക്രൈബിനെ വെക്കാൻ, എഴുത്ത് സഹായിയെ വെക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്നു. അപ്പോൾ അതിൽ പിന്നെയാണ് പഠനത്തിൽ പിറകിൽ നിൽക്കുന്ന എല്ലാ കുട്ടികളെയും ഈ രീതിയിലുള്ള ഡോക്ടറെ കാണിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് പരീക്ഷ എഴുതിച്ചു കഴിഞ്ഞാൽ തൻ്റെ വിദ്യാലയത്തിന് 100% പാരൻസ് ഹാപ്പിയാണ്, വിദ്യാലയത്തിന് അധ്യാപകർ ഹാപ്പിയാണ്. കാരണം എല്ലാ കുട്ടികളും പാസ്സാവും. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പഠനത്തിൽ പല കാരണങ്ങൾ കൊണ്ട് പിറകിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ പരീക്ഷയിൽ തോറ്റുപോകുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ കുട്ടികളും പാസ്സാണ്. 99.999% പരീക്ഷയ്ക്ക് വരാത്ത കുട്ടികൾ മാത്രമാണ് ഇന്ന് പരാജയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഓവർ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ പഠനത്തിൽ പിറകിൽ നിൽക്കുന്ന എല്ലാ കുട്ടികളുടെയും കാരണം പഠന വൈകല്യമാണ് എന്നൊരവസ്ഥയിലേക്ക് വരാം. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. പഠന വൈകല്യം എന്ന് പറയുന്ന ഒരു 5 മുതൽ 15% വരെയെങ്കിലും കുട്ടികൾക്ക് വരാം. 100-ൽ ഒരു 5 മുതൽ 15% കുട്ടികൾക്ക് വരാം പഠന വൈകല്യം എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ പഠനത്തിൽ പറയുന്ന എല്ലാ കുട്ടികളും പഠന വൈകല്യമുള്ളവരാണ് എന്നൊരു തെറ്റായ കാഴ്ചപ്പാടിലേക്ക് പോകുന്നുണ്ട്. അത് പ്രത്യേകിച്ചും അധ്യാപകരും പാരൻസും അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പഠന നിലവാരത്തിൻ്റെ കാര്യത്തിൽ ഒരു കുട്ടിയുടെ ബൗദ്ധിക തലത്തെ എങ്ങനെ അളക്കാൻ കഴിയും? അവർക്ക് മറ്റു കഴിവുകളില്ലേ? അതായത് അക്കാഡമിക് അച്ചീവ്മെൻറ്റ് മാത്രം വെച്ചുകൊണ്ട് ഇൻ്റലിജൻസ് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷേ നമ്മൾ പരമ്പരാഗത സമൂഹം, പ്രത്യേകിച്ച് നമ്മുടെ ഒരു നാട്ടിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പഠനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന, മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികൾ മാത്രമാണ് ഇൻ്റലക്ച്വലി, അല്ലെങ്കിൽ അവർ മാത്രമാണ് നല്ല കഴിവുള്ള ആളുകൾ എന്ന രീതിയിലേക്ക് തെറ്റായ റീഡിംഗ് കൊണ്ട് പല രീതിയിലുള്ള കഴിവുള്ള കുട്ടികൾ, ഇപ്പോൾ കലാപരമായിട്ടും കായികപരമായിട്ടും അല്ലെങ്കിൽ അക്കാഡമിക്കൽ അല്ലാത്ത വിഷയങ്ങളിൽ താല്പര്യമുള്ള, സാഹിത്യത്തിൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. പല രീതിയിലുള്ള കുട്ടികളെ നമ്മൾക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ കുട്ടികളുടെ വിഷയങ്ങളിൽ ഇടപെടാവൂ. അതിലൊന്ന് മാത്രമാണ് അക്കാഡമിക്കലായിട്ടുള്ള കാര്യങ്ങൾ. അടിസ്ഥാന വിദ്യാഭ്യാസം എല്ലാവർക്കും വേണം, അതിൽ സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഈ പല കഴിവുകളുള്ള കുട്ടികളെ എല്ലാവരും ഈ ഉന്നത വിദ്യാഭ്യാസത്തിലും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ആവണം എന്ന് ശഠിക്കുന്ന ഒരു പാരൻസ് യഥാർത്ഥത്തിൽ പല കഴിവുകളുള്ള കഴിവുകൾ കാണാതിരിക്കുകയും അത്തരം കുട്ടികളുടെ ഭാവി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗുകേഷിൻ്റെ കാര്യം അല്ലേ, ഏറ്റവും 18 വയസ്സിലെ ലോക ചെസ് ചാമ്പ്യനായ ഗുകേഷ്, ഐ തിങ്ക് ആ കുട്ടിയുടെ കഴിവ് ആ പാരൻസ് കണ്ടെത്തിയത് കൊണ്ട് മാത്രമാണ് ആ കുട്ടിക്ക് ആ രീതിയിൽ ട്രെയിനിങ് കിട്ടുകയും ആ കുട്ടിക്ക് ഇന്ന് ലോകത്തിൻ്റെ നെറുകിലെത്താനും കഴിഞ്ഞത്. സോ അത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ തന്നെയുണ്ട്. നിലവിലെ പഠന സംവിധാനം കാണാതെ പഠിച്ചു പറയലല്ലേ? പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി പല മേഖലകളിലും മിടുക്കന്മാരായിരിക്കും. ലേണിംഗ് ഡിസബിലിറ്റിയുടെ മാർജിൻ എവിടം വരെയാണ്? നേരത്തെ പറഞ്ഞ ആൻസറിൻ്റെ തുടർച്ചയായിട്ടാണ്
തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു നമ്മൾ മഗപ്പ് ചെയ്ത് കാണാതെ പഠിച്ച് അതുപോലെ പ്രസൻറ്റ് ചെയ്യലാണ് പരീക്ഷയിൽ അക്കാഡമിക് അച്ചീവ്മെൻറ്റും അതാണ് കുട്ടിയുടെ എബിലിറ്റിയുടെ മാനദണ്ഡമായിട്ട് എടുക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. പഠനം എന്ന് പറയുന്നത് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാനുള്ള കഴിവ്, അപ്ലൈ ചെയ്യാനുള്ള കഴിവ്, കൺസെപ്റ്റ് മനസ്സിലാക്കി അത് അപ്ലൈ ചെയ്യാനുള്ള കഴിവ്. ഐ തിങ്ക് ഇപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ എക്സാമിനേഷനിലും കുറേയൊക്കെ മാറ്റങ്ങൾ നമ്മൾ പഠിച്ചതിനേക്കാളും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരു കുട്ടികളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. അത് കണ്ടെത്താൻ കൃത്യമായിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. അത് കുട്ടികളുടെ പഠനത്തിൽ പിറകിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് അതിലേക്കുള്ളൊരു വിരൽ ചൂണ്ടൽ മാത്രമാണ്. കുട്ടികൾ ലേണിംഗ് ഡിസബിലിറ്റി ആകാമെന്ന് മാത്രമാണ്. ലേണിംഗ് ഡിസബിലിറ്റി ഡയഗ്നോസ് ചെയ്യുന്നത് ചില ടെസ്റ്റുകളുണ്ട്. IQ ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പം നിംഹാൻസ് SLD ബാറ്ററി എന്നൊക്കെ പറയുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ അപ്ലൈ ചെയ്യുന്ന ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ ഇല്ലയോ നമ്മൾ തീരുമാനിക്കുന്നത്. വെറും അവൻ്റെ പഠന നിലവാരം മാത്രം നോക്കിയിട്ടല്ല. അപ്പോൾ ബ്യൂട്ടിഫുൾ മൈൻഡ് എന്ന ഈ ഒരു സെഷൻ്റെ സമയം അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാവർക്കും Thank you, നന്ദി. doctor. ഇത്ര നേരം ക്ഷമയോടെ കേട്ടിരുന്നേ. താങ്ക് യു.